വെൽക്കം ബാക്ക് ടു സാൻഡ്രാസ് ഡ്രീം വേൾഡ്. അപ്പോൾ താണ്ടേ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഹിൻറ്റ് തന്നിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫുൾ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. അതായത് ഡേ വൺ വീഡിയോ ആണ്. നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ ഒരു ഷോർട്ട് ട്രിപ്പാണ്. നമ്മൾ എന്തായാലും വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ ആവാം എന്നുള്ള രീതിക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഷോർട്ട് വീഡിയോയിലും എവിടെയാണ് പോകുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെയും ഞാൻ പറയുന്നില്ല. അപ്പോൾ അധികം ഞാൻ ആ ഒരു ഇതിൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ അനുസരിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വെളുപ്പിനെ ഒരു 5 മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 5-4 മണിക്ക് ഇറങ്ങാനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ ഇറങ്ങി വന്ന വഴിക്കൊക്കെ ദുഃഖവെള്ളിയും കൂടി ആയതുകൊണ്ട് അവിടെ നിറച്ച് എന്താ പറയുക, ഓരോ പള്ളിയിലും ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ, അമ്മ, അച്ഛൻ, ഷെറിൻ, ഞങ്ങൾ 4 പേരും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കാറെടുത്ത് വണ്ടി വിട്ടു. അപ്പോൾ അതാണ്ട് നമ്മൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ട് അതിരപ്പള്ളി വഴി ഇങ്ങനെ പോവുകയാണ് ഗൈസ്. ഷെറിൻ കണ്ടില്ലേ ഗൈസ്, മാനത്ത് നോക്കിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോഴും എവിടെയാണ് നമ്മൾ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോ എന്തായാലും പതിയെ പറയുന്നതായിരിക്കും. നമുക്കങ്ങനെ മെയിൻ ഇന്ന സ്ഥലത്ത് പോകും എന്നില്ല. നമ്മൾ പോകുന്ന സ്ഥലത്ത് കൂടി എന്താ പറയുക, അവിടെയുള്ള എല്ലാം എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻസും അതേപോലെ തന്നെ കാണാനുള്ളതും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുപോകാനാണ് പ്ലാൻ. സോ ലെറ്റ്സ് മൂവ് ടു ദി സൺറൂഫ്. പിടിച്ചേന് നമ്മളിപ്പോൾ ഏതാ വഴി, വാൽപ്പാറയാണ്, അതിരപ്പള്ളി വഴി ഏതോ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓൺ ദ വേ ഗൈസ്. നമ്മളിപ്പോൾ സൺറൂഫിൻ്റെ പൊക്കത്തിരുന്ന് നോക്കുമ്പോൾ പലരും നമ്മൾ വായി നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു ഷൈനസ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു. സോ ഐ തിങ്ക് ആതിരപ്പള്ളി വഴിയാണ് ഗൈസ്. ഇങ്ങോട്ടേക്ക് ചാലക്കുടി, അങ്ങോട്ടേക്ക് അതിരപ്പള്ളി. ഇവിടെ ആകെക്കൂടി ഫുള്ള് കൺഫ്യൂസ്ഡ് ആണ് ഗൈസ്. ഇപ്പോൾ വഴി ഓക്കെ. നമ്മളിപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ടൈം ഇസ് 8:22. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് വേണം ഒരു വാട്ടർഫോൾസ് കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന തൃശ്ശൂരാണ്. തൃശ്ശൂർ ഹൈവേ റോഡിലുണ്ട്. നമുക്കിപ്പോൾ സോ നേരെ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ അവർക്ക് ഇറങ്ങിയാൽ മാത്രമേ ഉള്ളത്. ഇതായ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ പോകാനാണ് പറഞ്ഞ് തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അവരോട് അമ്മയോട് ഞാൻ പറഞ്ഞാൽ കാർ അവിടെ നിർത്തണ്ട, ചിലപ്പോൾ ഹോട്ടൽ ഉണ്ടാവില്ല. ഇവരാണ് അവിടെ ഹോട്ടലാണ്. ഇവിടെ നോക്കി ഇവിടെ ചായക്കടയാണ് കണ്ടത്. പിന്നെ ഓർത്ത് എന്താ ചായക്കട ഇവിടെ വരെ വന്നതല്ലേ, എന്നാൽ ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ തിന്നിട്ടൊക്കെ പോയിട്ട് ഇനി കഴിക്കാന്ന് വെച്ചാൽ 8:30 ആയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് കഴിക്കാം നോക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞ വണ്ടി നിർത്തിയപ്പോഴേ എൻ്റെ ഭാഗം കാര്യം കേട്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഞാനൊരു സമൂസ നോൺ വെജ് ആണെന്ന് തോന്നിക്കാനുള്ളൂ. നല്ല വെയിലുണ്ട് ഗൈസ്. എനിക്ക് കിസ് ചെയ്ത് ഗൈസ്. എവിടെയൊക്കെ പോകുന്നത് പ്ലാനില്ല, എല്ലാം ഞാൻ പതിയെ റിവൈൽ ചെയ്യുന്നതാണ്. ഞാൻ ചായ കുടിക്കാറില്ല, കട്ടൻ കാപ്പിയും കുടിക്കാറില്ല. സോ ഞാൻ അതൊന്നും മനസ്സിലായി. ഞാൻ ജസ്റ്റ് ഒരു സമൂസ നോക്കി പിന്നെ എന്താ വെള്ളം ഉണ്ണിയപ്പോൾ ഞാൻ ഹദ്ദയുടെ കണ്ടപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു പ്ലേസ് തോന്നുന്നു. കൊള്ളാം. അപ്പോൾ അമ്മ, അച്ഛൻ, ഷെറിൻ ഒക്കെ എന്താ പറയുക ചായ ഇട്ടുണ്ട്. എൻ്റെ ഒരു മൈക്കില്ല ഗൈസ്. ഞാൻ അത്ര റിച്ചൊന്നും അല്ല ഗൈസ്. മൈക്കൊന്നും ഇല്ല നമ്മുടെ, നമ്മൾ അത്ര വലിയ യൂട്യൂബേഴ്സും അല്ല. അപ്പോൾ ഷെറിൻ കണ്ട് ചായ പിടിക്കുന്നത്. ഷെറിൻ എടുത്ത് ചായ നാക്ക് പൊടിയും തോന്നുന്നു ഗൈസ്. അതാണ് അവൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞിട്ട് അവൻ കുറച്ച് പറ്റിച്ച് കാണിച്ച് ആദ്യം കുടിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഓ മൈ ഗോഡ്, കൊള്ളാല്ലേ. നാഷണൽ ഹൈവേ അല്ല ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. ടോൾ കഴിഞ്ഞ് ഫാസ്റ്റാഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ലൈനാണെന്ന് എനിക്കറിയാം. സോ വി ആർ സിറ്റിംഗ് ഹിയർ. കാർ അവിടെ എവിടെയോ പാർക്കാക്കിയിട്ടുണ്ട്. സോ അമ്മ എനിക്ക് ഒന്ന് വാങ്ങോ? ആല വേണ്ട. ചേർന്ന് ഓൾറെഡി 20ൻ്റെ പപ്പോണാണ് എടുത്തത്. അതെനിക്ക് വേണ്ട ഗൈസ്. ധ്യാന ഫാമിലിക്ക് എല്ലാവർക്കും ആയിട്ടുണ്ട്. വണ്ടി കിട്ടും ഗൈസ്. നമ്മൾ തണ്ടേ കുർക്കുറ അല്ല ഗൈസ്, ഇത് പോപ്കോൺ ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഏതോ ഒരു സൂ ഉണ്ടെന്ന് കേട്ടു. നമ്മൾ ശരിക്കും നമ്മുടെ മോട്ടിവേഷൻ തൃശ്ശൂർ എന്നുള്ളതല്ല. ശരിക്കും നമ്മൾ പോകാൻ തീരുമാനിച്ചത് കുഴപ്പമില്ല, ഒരു ഫ്ലോയിൽ വന്നില്ലേ. നമ്മൾ ശരിക്കും പോകാനായിട്ടുള്ളത് കോയമ്പത്തൂരാണ്. ആദ്യം നമ്മൾ ചെന്നൈ പോകാൻ ഓർത്തു, ബട്ട് ഇറ്റ് ഫ്ലോപ്പ് ഗൈസ്. കുറച്ച് ട്രെയിനൊന്നും കിട്ടില്ല. അങ്ങനെയൊക്കെ പിന്നെ ഓർത്ത് പിന്നെ ഊട്ടി പോകാൻ ഓർത്തു, അത് നടന്നില്ല. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഊട്ടിയാ ഓ ഗൈസ് എന്താ പറയുമല്ലോ അമ്മ, എന്താ ഏത് വഴി കൂടി ഊട്ടി പോയാൽ മസനഗുടി വഴി ഒരു ഊട്ടിയിലേക്കുള്ള യാത്ര ഗൈസ്. ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന പറയുന്നത് ഐ ഡോണ്ട് നോ. അപ്പോൾ നമ്മൾ കുറേ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആയിട്ട് അവസാനം യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടി കുറേ സ്ഥലമൊക്കെ ഉള്ളത് കോയമ്പത്തൂരാണ് കണ്ടു. സോ വി ഡിസൈഡ് ടു ഗോ ടു കോയമ്പത്തൂർ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എന്തായാലും തൃശ്ശൂർ പാലക്കാട് വഴിയാണല്ലോ പോകുന്നത്. ആ ഒരു ഇതിൽ എന്തായാലും തൃശ്ശൂർ പാലക്കാട് വഴി പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഒന്ന് കവറായിട്ടൊക്കെ വരാം എന്നുള്ള രീതിക്കായിരുന്നു.
നമ്മൾ താണ്ടേ അപ്പം അങ്ങനെ തൃശ്ശൂരും പാലക്കാട് കവർ ചെയ്യാം എന്നുള്ള പോകുന്ന വഴിക്കെല്ലാം കവർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. എന്തായാലും കോയമ്പത്തൂർ ഇനി ഊട്ടി എന്ന് പറയുന്നുണ്ട്. 3 day ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻഡ് ആയിരിക്കുന്നത്. സോ ഇന്ന് ദിവസം ഗുഡ് ഫ്രൈഡേ അല്ല, ഗുഡ് ഫ്രൈഡേ അല്ലേ? പക്ഷെ ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ ദുഃഖം എന്ന് പറയുമ്പോൾ സാഡ് ഫ്രൈഡേ അല്ലേ ശരിക്കും വരണ്ടേ? ഓക്കെ, ഓ മൈ ഗോഡ്, ഇത് കാണാൻ കൊള്ളാം ഗൈസ്. ഇപ്പോൾ കാണിക്കുക, ഇത് കണ്ടാ എന്താ ഗോപയം എടുത്ത് വെച്ചേക്കണം, എന്താ സാധനം മനസ്സിലായില്ല ഗൈസ് എനിക്ക് കണ്ടിട്ട്. ഓക്കെ, നമ്മളപ്പോൾ വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഒരു സൂ ഇവിടെ ഉണ്ടെന്ന് ഇവിടെയുള്ള ഒരു കടക്കാരൻ പറഞ്ഞു. സോ ഡിസൈഡ് ടു ഗോ ദർ. വണ്ടി പുറകോട്ട് ഇടാൻ പറ്റും, പുറകോട്ട് ഇടാൻ പറ്റും ഗൈസ്, ചേട്ടൻ്റെ പോലെ താമസിക്കില്ല. സോ വി ടേക്ക് വൺ. ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഈ വീഡിയോ നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടേ ഉള്ളൂ. കാരണം ദിസ് ഇസ് ടു ലോങ്. എനിക്ക് തന്നെ സാധാരണ എനിക്ക് തന്നെ വേറെ ഒരാളുടെ ഒരു ലോങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ബോർ അടിക്കും ഗൈസ്. ബട്ട് അപ്പോൾ എനിക്കറിയാം എങ്ങനെ ഒരാളുടെ ലോങ് വീഡിയോസ് ഉണ്ട് ബോർ അടിക്കും. സോ ഐ ഡിസൈഡ് ടു പുട്ട് ഇറ്റ് ആസ് എന്താ പറയുക സ്മോൾ ഷോർട്ട് കട്ട് വീഡിയോസ്. സോ ഗൈസ് വി ആർ മൂവിങ് ഗൈസ് ഓൺ ദ വേ ടു ഈ ഫോണിൽ ഇട്ടത് കൊണ്ട് തന്നെ ഇടയിൽ നമ്മുടെ എന്താ ഗൂഗിൾ അസിസ്റ്റന്റ് പല കാര്യങ്ങളും പറയും. അത് കുഴപ്പമില്ല, നമുക്കിത് മതി. വേണ്ട, അവിടെ ചാർജ് സേവർ ഗൈസ്. ഇത് അവിടെ ഒരു വീഡിയോ എടുക്കുന്നു ഗൈസ്. ഇത് എന്തോരം വ്ളോഗേഴ്സ് ആണ് ഗൈസ് വീട്ടിൽ. എന്നെ തൊട്ട് പുറകിൽ ഒരു ഷെറിൻ ബ്ലോഗർ ഉണ്ട്, മുമ്പിൽ തന്നെ അമ്മ വ്ളോഗർ. അച്ഛന് മാത്രമേ ഉള്ളൂ വ്ളോഗില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. ടേൺ ലെഫ്റ്റ് കേട്ടാ ഞാൻ ഐ വിൽ ബാക്ക് എന്ന രീതിക്കാണ് പോയത്. സോ ഞാൻ സ്ട്രോങ് ആയിട്ട് വന്നു ഗൈസ്. നമ്മളെ പിന്നെ എനിക്ക് 3 or 2 minutes ഉള്ളൂ ഇവിടെ നമ്മുടെ സൂവിലേക്ക്. നമ്മളിപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് പറയുന്ന അനുസരിച്ച് നമുക്ക് കയറി വന്നാലും ഗൂഗിൾ മാപ്പ് ചേച്ചിക്ക് ഇത്തിരി കൂടുന്നുണ്ട് കണ്ടോളാം. അപ്പോൾ ഗൈസ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഓരോ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ 2 or 3 minutes കൂടിയേ ഉള്ളൂ. ചുണ്ടൊക്കെ രാവിലെ വെളുപ്പിന് നിന്നിട്ടുണ്ട്. ഇതിനൊക്കെ എണ്ണപ്പലഹാരം കൂടി തന്നപ്പോൾ ചുണ്ടൊക്കെ നശിഞ്ഞു പോയി. എവിടെ ഓക്കെ ഗൈസ്, ഇവിടെ എവിടെയാണ്ടോ സൂ എന്നാണ് ഞാൻ കേട്ടത്. സോ ലെറ്റ്സ് സെർച്ച് ഫോർ ഇറ്റ്. അങ്ങനെ നമ്മള് ഇന്നലെ വാങ്ങിച്ച അടുത്ത വ്ളോഗർ തുടങ്ങി ഗൈസ്. 3 വ്ളോഗർ ഒരു വീട്ടിൽ സഹിക്കുന്നില്ല. എന്നിട്ട് ഈ 3 വ്ളോഗേഴ്സിന് സബ്സ്ക്രൈബേഴ്സ് ഇല്ല. എന്താണ് ഗൈസ് ഈ കാണുന്നവർക്ക് നിങ്ങൾക്കൊന്ന് സബ് ചെയ്തൂടെ? നിങ്ങൾക്കൊക്കെ അതാ പറഞ്ഞ ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആൾക്കാർ ഇപ്പോൾ എനിക്ക് ജാടയാണ്. ഞാൻ ജാടയായിട്ട് ഓവർ ആക്ഷൻ കൊടുക്കുന്നത്. എന്റെ ടോൺ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് പറയാം. സോ വണ്ടി കാണട്ടെ അമ്മ മറ്റേത് ലോലിക്ക അമ്മ ഇതെന്താ അമ്മ വാങ്ങോ ഗൈസ്? ഞാൻ ചോദിച്ചു ഗൈസ് എനിക്ക് വാങ്ങിച്ചു തരണം. അപ്പം പറഞ്ഞ് ഉള്ളിൽ പോയിട്ട് വരാം. ഇവിടെ മുഴുവനും വാങ്ങിയാണ് ഗൈസ്. ഉപ്പുമുളക് ഐറ്റംസ് നമ്മൾ വരുമ്പോൾ എന്തായാലും വാങ്ങാം. അവിടെ ജാതിക്ക് ഉപ്പിലിട്ട് വെച്ചേക്കണം. അയ്യോ സൂ ഞാൻ കാണിച്ചില്ല ഗൈസ്. ഗൈസ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോകുന്നതാണല്ലോ പറഞ്ഞത്. അപ്പോൾ ചെന്നൈയിൽ പോകുമ്പോൾ അവിടെ വണ്ടല്ലൂർ സൂവിലേക്ക് കയറാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ സൂ ഉണ്ട്. ഇവിടെ പോയപ്പോൾ ഈ സൂ നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവർ ചായക്കട കയറിയപ്പോൾ കടയിലുള്ള ചേട്ടനാണ് പറഞ്ഞത്. സോ ഇവിടെ ടിക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റ് അഡൾട്ടിന് 20 rupees പിന്നെ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ളവർക്ക് 5 രൂപയും പിന്നെ അച്ഛനമ്മ 12 വയസ്സിന് താഴെ 2 കുട്ടികൾക്ക് 40 രൂപ. അമ്മ എന്താണ് അച്ഛൻ അമ്മ 12 വയസ്സിന് താഴെ 12 വയസ്സിന് എനിക്കത് മനസ്സിലായില്ല. എനിക്ക് 15 ആവാൻ പോകുന്നു. എന്തായാലും നമ്മുടെ ഫാമിലിയാണ് എടുത്തത് 40 രൂപയുടെ എടുത്തത്. പിന്നെ എനിക്ക് തോന്നുന്നു അധ്യാപകർ വിദ്യാർത്ഥികളായിട്ട് വരുമ്പോൾ 150 രൂപയായിട്ടാണ് വരുന്നത്. പിന്നെ ക്യാമറയ്ക്ക് 25 രൂപ വരും. അങ്ങനെ പ്രൊഫഷണൽ ക്യാമറ ടിക്കറ്റ്. സോ നമ്മളിപ്പോൾ പ്രൊഫഷണൽ ക്യാമറ ഒന്നുമല്ല, നമ്മുടെ നോർമൽ ഫോണിലെ ക്യാമറയാണ് യൂസ് ആക്കുന്നത്. സോ വി ആർ ഗോണ എൻട്രി ദ ഗൈസ്. ഇവിടെ എന്തൊരു അനിമേഷൻ സംതിങ് ഇസ് ദർ. എന്താ സംഭവം എന്നിട്ട് നമുക്ക് കാല് അതിനകത്ത് വെച്ചാൽ ഗൈസ് അത് എന്താണ് അണുനാശിനിക്ക് വേണ്ടി അതിനകത്ത് കാല് വെച്ച് എന്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ. പക്ഷെ നമ്മൾ അതിനകത്ത് കാല് വെച്ചില്ല, കാല് വെള്ളമാകും ഗൈസ്. ഇത് എന്താണ് ബേർഡ്സിൻ്റെ നമുക്കൊരു ഫോട്ടോ എടുക്കാം. നമ്മൾ കണ്ടത് ഞങ്ങൾക്ക് വീണേ. Oh my god, I'm so excited to see these all things. I'm so excited. So എൻ്റെ ഫ്രണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. So let me show her. ഇത് നമ്മുടെ റിയ എന്ന് പറഞ്ഞിട്ടുള്ള തെക്കേ അമേരിക്കയിലെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ്. ഞങ്ങൾ ആദ്യം ഒട്ടക പക്ഷിയായിരിക്കുന്നു. സോ ഇത് 7 to 10 ദിവസങ്ങളായിട്ട് പെൺപക്ഷി അങ്ങനെ എന്തൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഒട്ടക പക്ഷികൾ ഐ തിങ്ക് ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ. സോ വി ആർ മൂവിങ് ഓൺ ഗൈസ്. ഫോട്ടോ ഞാൻ നിൽക്കണം ഗൈസ്. അവിടെ എന്തുണ്ട് ഗൈസ്? പപ്പ ഓൺ ഫയർ ഗൈസ്. നെക്സ്റ്റ് ആയിട്ട് ഇവിടെ കാണുന്നത് കരിങ്കൊക്കാണ് ഗൈസ്. ഭംഗിയുണ്ടല്ലേ? എനിക്കിതെല്ലാം പിക്കൽ സ്റ്റോക്കാണ്. ഇത് കരിങ്കൊക്കാണ്. ഇത് വൈറ്റ് നെക്ഡ് സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 20 to 25 years ആണ്. ഇത് കൂടുതലും കാണപ്പെട്ടേക്കുന്നത് സൗത്ത് ഏഷ്യൻ ആഫ്രിക്കൻ വെറ്റ്ലാൻഡ്. എനിക്ക് അപ്പോൾ അവിടെ നിന്നൊക്കെ പൊക്കൊണ്ടെന്നാണ്. അപ്പോൾ കരിമ്പക്ഷി കുറേ ഉണ്ട് കേട്ടോ. ഈ ഒരു കൂട് നിറച്ചിട്ടുണ്ടോ സംഭവം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇത് എന്താ പറയുക നമ്മുടെ മറ്റേ ഇതായിരിക്കും ഓർത്തത്. മറ്റേ ഈഗിളാണ് ഓർത്തത്. ഏറ്റവും മുകളിൽ ഓർമ്മയുണ്ട് ബ്രൗൺ കളർ. അതുകൊണ്ട് ഞാൻ ഈഗിളാണ് ഓർത്ത് പോയി.
അപ്പത്തെ പരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ആ ഗരുഡ മൂങ്ങി ഉണ്ടെന്നാ പറയണ. നമുക്ക് പപ്പത്തോ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ പരുന്നുണ്ട്. ഞാൻ ആദ്യം കരിമ്പൊക്കെ ഗൈസ് ഇതും പരുന്താണ്, അതും പരുന്താണ്. ജസ്റ്റ് ഫോൺ ക്ലിയർ ഇല്ല ഗൈസ്, അതുകൊണ്ടാണ്. ഇത് ഞാൻ പറയും, ഇത് പരുന്താണ്, അല്ല ചെമ്പരുന്താണ്. കൃഷ്ണചന്തു ഗരുഡം വേറെ. ഇത് ബ്രാഹ്മിണി കൈറ്റ്, അതായത് ചെമ്പരുന്ത് കൃഷ്ണപരുന്ത്. ഇംഗ്ലീഷിൽ ആദ്യം പറഞ്ഞു ബ്രാഹ്മിണി. ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 10 to 15 years ആണ്. ഓക്കെ ലെറ്റ് ചെയ്യാനത് 10 to 15 years ഒട്ടുമിക്കലും അങ്ങനെയാണ്. അടുത്തത് ഗൈസ് ഇതുണ്ടോ ഇവിടെ നിറച്ചുള്ളത് ഐ തിങ്ക് ഇതെന്താണ് ഗരുഡനാണ്, ഗരുഡ മൂങ്ങ. സോ ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. ഇതേ സൂം ചെയ്തിട്ട് സൂം ആവണില്ല, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എന്താ പറയുക ചെമ്പരുന്ത് എന്ന് പറഞ്ഞ സംഭവം. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 to 15 years ആണ്. ഇതും എക്സ്പ്ലോർ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മീൻ എന്താ സംഭവം, മീൻകുളമാണോ? പക്ഷേ ഇതിനകത്ത് മീനൊന്നും കാണില്ല. ഉണ്ട് ഗൈസ്, മീൻകുളത്തിൽ മീനുണ്ട് ഗൈസ്. മീനെ കാണുന്നുണ്ടോ ഗൈസ്? ഇത് കണ്ടോ നിറച്ച് കപ്പിയുണ്ട് ഗൈസ്, പല പല വെറൈറ്റി. എനിക്ക് തോന്നുന്നു മീനിൻ്റെ നമ്മുടെ വീട്ടിൽ ശരി മീനിൻ്റെ അഡിക്റ്റാണ്, എപ്പോഴും കപ്പി വാങ്ങുന്ന ഒരാളാണ്. നമുക്ക് എന്തായാലും പോകാം. ഓക്കെ ഇത് എന്താ സംഭവം മണിമരുന്ത് അങ്ങനത്തെ ഉള്ളൊരു മരമാണ് ഗൈസ്. ഞാൻ ഓരോന്നും പരമാവധി എക്സ്പ്ലെയിൻ ചെയ്താണ് പോകുന്നത്. അടുത്ത ഇതൊരു ചെറിയൊരു ഇതാണ്, അതായത് കുറേ ഉള്ളൊരു ചെറിയൊരു ചിത്രം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എൻട്രി പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് ബ്ലോഗ്ഡ് ആയിന്ന് തോന്നുന്നു. അതിനകത്തെല്ലാം ഡെക്കറേറ്റബിൾ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും. വ്ളോഗിങ് ഗൈസ് അല്ല, 2 വ്ളോഗേഴ്സ് പെട്ടുപോയിട്ട്. ഇത് നമ്മുടെ അരണമരമാണ് ഈ കാണുന്നത്. ഇത് ബ്ലർ ആവുന്നുണ്ടല്ലോ ഫുൾ വെയിലെടുത്തിട്ട്. ഗൈസ് ഇതാണ് നമ്മുടെ അരണമരുന്ന്, അതായത് സെമൻട്രി ട്രീ. പേരെനിക്ക് വായിക്കാൻ കിട്ടാനുള്ള സീരിയസ്ലി. ഐ തിങ്ക് ഇറ്റ്സ് സ്നേക്ക് ആകുന്നു. മുള്ളമന്നിയാ ഗൈസ്? ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ഗൈസ് മുള്ളമന്നിനെ കാണുന്നുണ്ടോ ഗൈസ്? നല്ല സ്മെല്ലുണ്ട് ഗൈസ് ഇവിടെ. സഹിക്കുന്നില്ല ഗൈസ്. മുള്ളമന്നി പുറത്തിറങ്ങി വരും, പുറത്തിറങ്ങി വരും. ഇത് ചാടോ ഈ മതിലൊക്കെ? അതുകൊണ്ട് വെച്ചു ഗൈസ്. ഞാൻ ചാടിക്കഴിഞ്ഞാൽ പെട്ട് ഗൈസ്. അതിൻ്റെ മുള്ളുകൊണ്ട് നമ്മൾ ചത്തു പോകും. ഇതടുത്തത് ചെന്നായാണ്, നമ്മൾ നെക്സ്റ്റ് വീക്ക് ആക്കണം ഗൈസ്. കുറുന്നരി ഗൈസ്, കുറുന്നരി വട്ടം കറങ്ങുകയാണ് ഗൈസ്. ഒരു 2 കുറുന്നരി ഉണ്ട്. ഇതുണ്ടാ ഒരു പോസ് അവിടേക്ക് ഉണ്ടാ? കൊള്ളാം ഗൈസ്. സത്യം പറഞ്ഞാൽ പേടിച്ചു ഗൈസ് ആദ്യം. ഒരേ പിന്നെ ഗൈസ് എന്താ ഗൈസ്. ഓക്കെ ഇതാണ് നമ്മുടെ ചെന്നായി. ഇത് ഇന്ത്യൻ ജാക്കൽ കുറുക്കനാണ് കേട്ടോ അമ്മ കുറുക്കനാണ്. ഇത് ഇന്ത്യൻ ജാക്കലാണ്, ഇത് കുറുക്കനാണ്. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്നത് 50 to 20 years ആണ്. ഫൗണ്ട് ഇൻ പാകിസ്ഥാൻ ആൻഡ് ബുർമ. എന്താ സംഭവം? ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ആ വഴി കൂടി ഓടി അതേ പോണത് ഗൈസ്. ഇവിടെ ഒരു ഇതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഓടുന്നുണ്ട്. സോ ഐ തിങ്ക് ഐ വാണ്ട് പുട്ട് ദിസ് ലൈക്ക് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോ. സോ വി ആർ മൂവിങ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ഇറ്റ് സോൺ. പക്ഷിയാണ്. സോ ഐ തിങ്ക് ഇത് എന്തോ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഗൈസ്. നെക്സ്റ്റ് വി ആർ സീയിങ് എന്താ സംഭവം? ഇതെന്താ പറയണേ? മാൻ ഗൈസ്. മാനാണ്. ഓക്കെ ഗൈസ് അവിടെ ഒരു അടിപൊളി ഗൈസ്. ഞാൻ പരമാവധി സൂം ചെയ്ത് എനിക്ക് സൂം ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇവർ എന്നെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. കഷ്ടകാലത്തിന് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നില്ല. വൃത്തിയായി. ഇപ്പം നമ്മൾ കണ്ടതാണ് നമ്മുടെ ഒട്ടകപ്പക്ഷി. 2 ഉണ്ടാവും ഒട്ടകപ്പക്ഷി. ഇതിൻ്റെ ലൈഫ് സ്പാൻ വന്നിട്ട് 40 to 45 years ആണ്. അപ്പോൾ മാൻ ഇവിടെ ഉണ്ട് ഗൈസ്. മാൻ ഞാൻ നേരത്തെ കാണിച്ചു, പക്ഷേ ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഗൈസ്. ഇത് കൃഷ്ണമൃഗം എന്ന പേര്. ബാക്കി ആ ബോളിനകത്ത് അവർ വെട്ടിക്കേറി കളഞ്ഞു തോന്നുന്നത്. പട്ടിയത് പഠിച്ചത് അണ്ണാൻ അവിടെ ഇതാക്കുന്നല്ല, അത് അവിടെ നിന്ന് വന്നത്, മരത്തിൽ നിന്ന് വന്നത്. അവനോട് അണ്ണാൻ ഇവിടെ വളർത്തുന്നത് ഗൈസ്. മാനി തന്നെയുള്ള ഏതൊരു വർഗ്ഗമാണ് കൃഷ്ണമൃഗം. ബാക്കി കാണില്ല. എന്തോ ആൻറ്റിലോപ്പ് കെർവിക്കപ്പാറ. ഇതിൻ്റെ ലൈഫ് സ്പാൻ വന്നിട്ട് 11 to 12 years ആണ്. അത് അവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇറ്റ് വാസ് നൈസ്. പക്ഷേ ചിലതിനൊക്കെ കൂട്ടിലടച്ചിട്ടേക്കണം. എന്ത് സംഭവം മനസ്സിലാവും. ഐ വോണ്ട് ഗൈസ് ഒരു കൊമ്പുള്ളമാൻ. ഞാനാദ്യം പറഞ്ഞു മാൻ. ഓക്കെ ഏതോ ഇതാണ്. സോ നമുക്ക് ഓണാക്കാം. എന്താ സംബന്ധിച്ച് മനസ്സിലായില്ല. അവിടെ പോലീസുകാരാ ഗൈസ്. ഇവിടെയാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് വലിയ മൃഗങ്ങളുള്ളത്. ഷെർമ്മ അമ്മയ്ക്ക് മുമ്പിൽ പോയി നമ്മൾ ഓവെടുത്ത് പതിവ് തന്നെയാണ്. ശ്വാസം വിട്ടത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പ്ലാവ് എന്ന് പറഞ്ഞാൽ അതായത് മ്ലാവ് അതായത് കാൽമാൻ എന്ന് പറയും. ഇത് എന്താ റുസ യൂണിക് കളർ അങ്ങനെ എന്തൊക്കെ. ഇതിൻ്റെ ലൈഫ് സ്പാൻ വന്നിട്ട് 12 to 15 years ആണ്. എനിക്ക് സംഭവം മനസ്സിലായില്ല സീരിയസ്ലി. കൊള്ളാല്ലേ ഇത് അമ്മ? ഇത് ഡോങ്കിയാണ്. കാൽമാനാണ്. സാമ്പാർ ഡിയർ. സാമ്പാറാണ് ഗൈസ്. ഓ മൈ ഗോഡ്. കൊള്ളാം. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു. സംതിങ് ഈസ് ഫിഷിംഗ് എന്നോ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ ഒരു ലിസ്റ്റിനകത്ത് ഇല്ലാത്തൊരു പാക്കേജ് ആയിരുന്നു. ആ ഒരു എന്താ പറയുക ഓട്ടോക്കാരെ മാത്രം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒന്നും കിട്ടില്ലായിരുന്നു. സോ അടിപൊളിയാണ്. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. മോസ്റ്റ് എന്താ പറയുക ഇതൊക്കെ ചിലതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. ഞാനിപ്പോൾ ഈ സ്നാപ്പിൽ ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷെ നടക്കണില്ല.
ഇത് സംഭവം ഇതെന്താ ഇതിനകത്തെന്തോ കുമ്മട്ടിങ്ങേ എന്തോ സംതിങ് ഇതിന്റെ പേര് എഴുതിയിട്ടുണ്ട് അവിടെ. ഇല്ല ആ അച്ഛൻ്റെ തലയിലെന്താ വീണ്? അച്ഛൻ്റെ തലയിലെന്താ? അപ്പോൾ ഞാനൊക്കെ കാക്കയും തൂരിയതായിരിക്കും നോക്കെ. ഇതിന്റെ പേരെന്താ? നാഗലിംഗ മരം. കാനോൺ ബോൾ ട്രീ. കാനോൺ ബോൾ ട്രീ. ഗൈസ് ഇവിടെ സംതിങ് ഇസ് ദർ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓ മൈ ഗോഡ് കൊള്ളാം. ഒരു പോസ് തരും സാർ. ബാക്ക് മാത്രമേ കാണുന്നുള്ളൂ. ഐ മീൻ ആ മാനിൻ്റെ കേട്ടോ. അമ്മ വേറെ കൊള്ളാം ഗൈസ്. അവർക്കുള്ള ഫുഡാണ് ഇവിടെ എടുത്ത് വെക്കുന്നത്. അടുത്ത ഈ മരം എന്ന് പറയുമ്പോൾ ഇത്തി, അതായത് ഇന്ത്യൻ ലോറി. കൊള്ളാം. പക്ഷേ എനിക്ക് മാൻ ഇഷ്ടമായിട്ടോ. എൻ്റെ കൊമ്പാണെന്ന് എനിക്ക് രസമോ. എനിക്കൊരു ആഗ്രഹമുണ്ട് ഗൈസ്. അതിൻ്റെ മുകളിൽ ആ ഒരു മാൻ്റെ കൊമ്പൊന്ന് പിടിച്ച് വലിക്കണമെന്നുണ്ട്. ബട്ട് അതിനോ ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഹിപ്പോപ്പൊട്ടാമസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് ആയത് ഇതിൻ്റെയൊക്കെ ലൈഫ് സ്പാൻ വരുന്നത് 40 to 45 years ആണ്. ഇത് സാധാരണ കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ മാനുകളെ കുറച്ചും കൂടി അടുത്തുണ്ടല്ലോ. സോ ഐ നോ ഇറ്റ്. ദാറ്റ് ഈസ് ഗൈസ് കൊള്ളാം. അടുത്തുണ്ട് ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. ഐ തിങ്ക് വൺ ഓഫ് ഇറ്റ്സ് നെയിം ഇസ് രേഷ്മി ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് നെയിം ഇസ് പോപ്പി. കൊള്ളാം. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ഗൈസ്. ഞാൻ കുറേ പേര് അവിടെ ഉണ്ടായതുകൊണ്ടാണെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഞാനിത് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയാണ് ഗൈസ് ഇതിലൂടെ കണ്ടത്. അവളെ കളിയാക്കുകയും ചെയ്തായിരുന്നു. ഇറ്റ് ഇസ് നൈസ്. രണ്ടെണ്ണം ഉണ്ട്. എൻ്റെ പോപ്പിയും രേഷ്മിയും. പേരെ കിട്ടി വെച്ചേക്കണ്ട. ചെളിക്കകത്ത് കിടക്കുന്നവരാ. ചെളിക്കകത്ത് ഛർദ്ദിക്കാൻ വേണ്ടി ആണ് ദേഹം കൊണ്ട് നശിപ്പിക്കുവാൻ തോന്നുന്നത് തന്നെ. ഓക്കെ, എല്ലാത്തിനും മേത്ത് ചെളിയുണ്ട് ഗൈസ്. ആ വൃത്തിയിട്ട ചെളി. രണ്ട് എന്താ പറയുക മറ്റേ കാൻമാനില്ലേ, ആ മാൻ രണ്ടും കൂടി അടി ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അതിൻ്റെ മേത്തുനിന്ന് രക്തം വരുന്നുണ്ട്. ഇതുണ്ട് ബ്ലഡ് വരുന്നുണ്ട്. അതിൻ്റെ തല മുഴുവൻ കുത്തി ഫുള്ള് ചോര വന്നോടെ അത് ഒറ്റ കിടക്കുക. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ വഴക്കുന്ന പോലെ ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ട്സായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾ വഴക്കിട്ട് തല്ല് കൂടുന്ന ടൈപ്പ് ഓഫ് വഴക്കൊന്നും ഉണ്ടാക്കാറില്ല. എന്ത് പറയാനാ. ഇവിടെ മുതല കാണുന്നുണ്ടോ? അവിടെ കിടക്കുന്നുണ്ടോ? അവിടെ കിടക്കുന്നു. വെള്ളത്തിനകത്ത് കിടക്കുന്നത് പിന്നെ വായ അവിടെ കാണില്ലേ ഗൈസ്? എനിക്ക് ഫോട്ടോ വേണം ഗൈസ്. ഈ മുതലേക്ക് കൂട്ടിട്ട് അവർ ഇറങ്ങി പോകും. റോസി അല്ല വെള്ള പെലിക്കൻ റോസി പെലിക്കൻ 40 to 55 years. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓർക്കും പുള്ളിമാനാണ്. പുള്ളിമാൻ ഗൈസ്. പുള്ളിമാൻ എനിക്ക് കാണില്ലല്ലോ. ക്യാൻ ബി ഗോ ടു ദർ? എനിക്കൊന്നും ഇവിടെ വെച്ചാൽ കാണാൻ പറ്റും. ഹലോ 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 പുള്ളിമാനെ. ഗൈസ് എന്നെ നോക്കി പേടിക്കുകയാണ് സാർ. നിങ്ങളെ കണ്ട് ശരിക്കും ഞാനാ പേടിക്കണം. നിങ്ങൾ എന്നെ കണ്ട് പേടിച്ചോളൂ. നോക്കി കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികൾ. ഐ തിങ്ക് ഇറ്റ്സ് എ മ്യൂസിയം. ഇതിനകത്ത് മ്യൂസിയം കൂടി ഇൻക്ലൂഡഡ് ആണ്. സൗണ്ട് പോയി കഴിച്ചാൽ എനിക്ക് എൻ്റെ സൗണ്ട് ഡബിളായിട്ട് കേൾക്കാം. ചിലപ്പോൾ മ്യൂസിയം ഓപ്പൺ ആയിരിക്കില്ല. നമ്മി മറ്റേ എനിക്ക് ബുക്കിലൊക്കെ വായിച്ച ഓർമ്മയുണ്ട്. ഇമ്മു എന്ന് പറഞ്ഞ ഇതാണ് ഇമ്മു. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ലൈഫ് സ്പാൻ വാസ് 10 to 15 years. എല്ലാം ഒരേ വർഗ്ഗം തന്നെ. അല്ല എല്ലാം ഒരേ വർഗ്ഗം. അതെ നമ്മളെ ഭയങ്കര വർഗ്ഗമാണ്. നാറ്റിക്കല്ലടാ. എനിക്ക് വയസ്സൊന്നായിട്ടില്ല ഗൈസ്. ഞാൻ കുഞ്ഞു ഭാവിയാണ് ഗൈസ്. ഇപ്പോഴും ചിഞ്ഞു ഭാവിയാണ്. ചിഞ്ഞു ഭാവ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട് മെസ്സേജ് ഇടുന്നുണ്ട്. ലെറ്റ് മീ ക്ലാരിറ്റ്. അവൾക്ക് റിപ്ലൈ. അവളെ ഞാനിത് വെറുപ്പിച്ച് കൊല്ലിഞ്ഞ്. അതാണ് ഞാൻ എന്ത് പറയാനാണ്. ഓക്കെ ഗൈസ്, ഈ ഒരു മരങ്ങളുണ്ടല്ലോ ഗൈസ്. വെൻ ഐ സീ ദീസ് ടൈപ്പ് ഓഫ് ട്രീസ്, അതായത് ഈ ഒരു മരങ്ങൾ എനിക്ക് കാണുമ്പോഴത്തേക്കും ഇത് സത്യത്തിൽ ഞാൻ ഇംഗ്ലീഷ് പറയാൻ പഠിച്ചെടുക്കണമല്ല. നോർമലി ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അത് ഞാൻ കാണുന്ന വീഡിയോസ് അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്ന നോർമലി എൻ്റെ വായിക്കത്തുന്ന ലിറ്ററലി വന്ന വേർഡ്സാണ് ഇംഗ്ലീഷിൻ്റെ വേർഡ്സ്. നമ്മൾ ഇംഗ്ലീഷ് ആയിരുന്നല്ല, അപ്പോൾ ആവങ്ങൾ വല്ല മലയാളീസ്. അപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു മരങ്ങൾ കാണുമ്പോൾ എൻ്റെ സ്കൂളിൽ 7th പഠിക്കുമ്പോൾ അവിടെയുള്ള ബാൽക്കണിയിൽ നിന്ന് നോക്കും. ഇപ്പോൾ ഞാൻ താഴെ ഗ്രൗണ്ട് ഫ്ലോർ ആണല്ലോ. ഇപ്പോൾ മുകളിലുള്ള 7th പഠിക്കുമ്പോൾ മുകളിലുള്ള ഫ്ലോറിൽ നിന്നാണ് വെൻ ഐ സീ ദീസ് ടൈപ്പ് ഓഫ് ട്രീസ്. അവിടെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറേ ട്രീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അവിടെ ഞാൻ ഇരിക്കുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്യും. കാരണം അതേ ഒരു രീതി, അതേ ഒരു ടൈപ്പ് സെയിം മരമാണെന്ന് തോന്നുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർത്ത് 7th ആ ഒരു ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുലിയാ ഗൈസ്, പുലി ഉണ്ടെന്നാണ് ഇവിടെ. എന്താണ് കാർണിവോർ കോണർ. കാർണിവോർ മാംസ സബുക്കുകൾ. ഇതിനകത്ത് സിംഹമുണ്ട്, ബംഗാൾ ടൈഗർ ഉണ്ട്, പുലി ഉണ്ട്, ജംഗിൾ കാട്ടുപൂച്ച. ഇത് പുലിയല്ല, ടൈഗറാണ്. ടൈഗർ പുലി എന്താ പറഞ്ഞത്? ഗൈസ് ഇവിടെ ടൈഗർ ഉറങ്ങുകയാണ്. ഡോണ്ട് ഡിസ്റ്റർബ്. എന്താ കാലിങ്ങനെ വിരിച്ചു വെച്ച് ഉറങ്ങണ ചത്തതാണ് ഗൈസ്. ഇവിടെ ലയനാണ്, അങ്ങോട്ടേക്ക് കാണില്ലല്ലോ ഗൈസ്. ഞാൻ പുലികളെയും ടൈഗറിനെയും കണ്ടപ്പോൾ എൻ്റെ ജീവൻ പോയി ഗൈസ്. സിംഹോ സിംഹമേ എന്നിട്ട് വരൂ ഗൈസ്. മയില് ഗൈസ് മയിലിപ്പോൾ നമ്മ പറയുമ്പോഴത്തേക്കും ചിറക് വിടർത്താൻ മയിൽ നമ്മൾ സമ്പാദിച്ചു വെച്ച സാധനമുള്ള.
മയിൽ പീലി വിടർത്തും തുടങ്ങി ഗൈസ്. മയിൽ പീലി അപ്പുറത്തെ സൈഡ് വേണമായിരുന്നു മറ്റേ മയിൽ ശബ്ദം ഉണ്ടാക്കി. ഞാൻ പേടിച്ചു പോയി. എൻ്റെ നെഞ്ച് കിടന്ന് കിടച്ച് പോയി. ഒരു സൈഡിൽ അയ്യൻ, ഒരു സൈഡ് മയിൽ. ഞാൻ ഒരു മിനിറ്റ് വിറച്ചാണ് പോയത്. സോ ലൈക്ക് ദ വേ വി ആർ മൂവിങ്. ഓ ഗൈസ്, സിംഹം അല്ല പുള്ളിക്കാരടി ഗൈസ്. കുരങ്ങൻ ഗൈസ്. പോക്കറ്റാണത് ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ വേറെ വല്ല നടന്നേനെ. സ്റ്റിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ നോക്കി. മയിൽ പീലി വിടർത്തും തുടങ്ങി ഗൈസ്. മയിൽ പീലി അപ്പുറത്തെ സൈഡ് വേണമായിരുന്നു മറ്റേ മയിൽ ശബ്ദം ഉണ്ടാക്കി. ഞാൻ പേടിച്ചു പോയി. എൻ്റെ നെഞ്ച് കിടന്ന് കിടച്ച് പോയി. ഒരു സൈഡിൽ അയ്യൻ, ഒരു സൈഡ് മയിൽ. ഞാൻ ഒരു മിനിറ്റ് വിറച്ചാണ് പോയത്. സോ ലൈക്ക് ദ വേ വി ആർ മൂവിങ്. ഓ ഗൈസ്, സിംഹം അല്ല പുള്ളിക്കാരടി ഗൈസ്. കുരങ്ങൻ ഗൈസ്. പോക്കറ്റാണത് ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ വേറെ വല്ല നടന്നേനെ. സ്റ്റിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ നോക്കി. അടുത്ത് വന്നിട്ട് ഇച്ച സ്വർണ്ണക്കോഴി. അത് ഗോൾഡൻ ഫിസൻറ്റ് സ്വർണ്ണക്കോഴിയാണ്. ഇതിൻ്റെ ലൈഫ് സ്പാൻ വന്നിട്ട് 6 to 7 years മാത്രമേ ഉള്ളൂ. ഓ കൊള്ളാല്ലേ കാണാൻ. സ്വർണ്ണക്കളറല്ലേ ഇത്? ഒരുമാതിരി റെയിൻബോ. പിന്നെ വന്നിട്ട് പിന്നെ ഇവിടെ കുറേ കോഴികളെ കാണാം. കണ്ടു കഴിച്ചത് കയറി പോയി കഴിച്ചപ്പോൾ 2 പോത്തുണ്ട് അവിടെ. അവിടെ വിളിക്കണ്ട കഴിച്ച്. എനിക്കങ്ങനെ ഇതോടുകൂടി ഇത് തീർന്നെന്നാണ് തോന്നുന്നത്. അവിടെയും കുറേ കുരങ്ങളുണ്ട്. മതിയായി, ക്ഷീണിച്ചു ഞാൻ, ക്ഷീണിതയായി. ഇത് രത്നചന്ദനത്തിൻ്റെ മരമുണ്ട്. നമ്മൾ ഫേസിൽ സംടൈംസ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ വെട്ടിയാലും കട്ടെടുത്താലും ആണല്ലേ അമ്മേ? എന്തു ആമാ ഗൈസ്. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് കുളം, വേറൊന്നുമില്ല. ഇത് സോ ഇൻട്രസ്റ്റിംഗ് ഗൈസ്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട് കണ്ടിരിക്കുന്നു. ഇത് മീൻ മുതലേ. ഓ മൈ ഗോഡ് ഗൈസ്, ഹിയർ മുതലായി ഇതേറെ നോക്കിയത്. അലിഗേറ്റർ ഹിയർ ഗൈസ്. പക്ഷെ ഇവിടെ ഇരിക്കാം. ഇത് മീൻ മുതലാണ് അമ്മ, അലിഗേറ്റർ അല്ല. ഇത് മീൻ മുതല. ഇത് ഗരീലിയൻ ഗാവിയലിയസ് ജനറ്റിക്കസ് 30 to 35. ഓക്കെ. മറ്റേ മലമ്പാമ്പ് പെരുമ്പാമ്പൊക്കെ ഉണ്ട്. സോ എന്താ സംഭവം? ഇവിടെ മലമ്പാമ്പ് ഗൈസ്. ഡിഡ് യു സീ ദാറ്റ് പാമ്പ് ഗൈസ്? മാർക്ക് ഞാൻ എടുക്കട്ടെ വീഡിയോ, നിങ്ങൾ മാത്രം എടുക്കാതെ വീഡിയോ ഗൈസ്. ഇത് തല ഗൈസ്. മലമ്പാമ്പിനെ സംഭവം ഇനി അടുത്ത അങ്ങോട്ടേക്ക് എന്താണെന്ന് അറിഞ്ഞില്ല. നോക്കട്ടെ എന്താ സംഭവം. മലയണ്ണ കാണുന്നില്ല, കൊടുക്ക തിരുത്താം ഗൈസ്. രാജവെമ്പാലേ അമ്മ, രാജവെമ്പാല ഇതവിടെ എഴുതിയിട്ടുണ്ട് ബോർഡ് ഗൈസ്. ആമയാണ്. ഇത് ഏത് പാമ്പാ? നീർക്കോലി. ഇത് പച്ചില പാമ്പ്. ഗ്രീൻ ബീപ്പ് സ്നേക്ക്. ലൈവായിട്ട് കാണാം. അതിനകത്ത് തന്നെയുള്ള മ്യൂസിയത്തിലാണ് നമ്മൾ കയറാൻ പോണത്. ഇത് കാണാൻ കൊള്ളാം. ലെറ്റ് മീ ടേക്ക് എ ഫോട്ടോ. മിക്കവാറും ഈ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, പക്ഷേ കാരണം നല്ല ഇവിടെ വന്നിട്ട് എക്സ്ട്രാ ഫീസാണ് റിലേറ്റിംഗ് ടു ദ ഏജ്. ഐ തിങ്ക് അതായത് 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 രൂപയും മുതിർന്നവർക്ക് 10 രൂപയും പിന്നെ ഫാദർ മദർ പിന്നെ ചെറുതായിട്ട് വന്നവർക്ക് 25 ഫീസുമാണ്. എനിക്ക് കൂടുതൽ 15 12 കഴിഞ്ഞതുകൊണ്ട് 35 വരെ എടുത്തിട്ടുണ്ട്. അമ്മ ടിക്കറ്റ് കൊടുക്കും. അച്ഛൻ ടിക്കറ്റ് കൊടുത്തേ.
ഗൈസ് ഇതെന്താ സംഭവം മനസ്സിലായോ? ആനയുടെ അസ്ഥി റിയലാണ് കേട്ടോ ഗൈസ്. ഇത് വന്നിട്ട് മറ്റേ നാടൻ കരടിയില്ലേ അതാണ്. ഇത് റിയൽ അല്ലല്ലോ വെച്ചാൽ റിയൽ ആണല്ലേ. അപ്പോൾ അത് ഇങ്ങനെ നിൽക്കണത് അപ്പോൾ അതിൻ്റെ സത്യം ഞാൻ ബോഡി ഡിക്കേ ആവില്ല. അപ്പോൾ ആനയുടെ മാത്രം അസ്ഥിയായിട്ട് അവരെടുത്തല്ലേ. ആന ഇപ്പോൾ ഇത്രയും വലുതാണ്. ശരി ഗൈസ്. അടുത്തത് കടുവ. അതായത് കടുവയുടെ റിയലാന്ന് തോന്നി, പക്ഷെ ഇത് റിയലായിട്ട് കാണില്ല. സംഭവം എന്താണെന്ന് അറിയോ ഗൈസ്? തൊലിയില്ലേ അതിൻ്റെ ആ സ്കിന്ന് മാത്രം വെച്ച് അകത്ത് വേറെ വെച്ച് പ്രിസർവ് ചെയ്തേക്കാണ്. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇത് മാൻ ഫ്രം സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജ് നമുക്ക് പഠിക്കാനുള്ള സംഭവമാണ്. അത് സ്റ്റോൺ ഏജിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ അതാണിത്. പിന്നെ ഇത് മാൻ ഫ്രം അയോൺ ഏജ് എന്ന് പറഞ്ഞ മനുഷ്യൻ. ഇത് ഐ തിങ്ക് ലേഡി ഓഫ് ദി വേൾഡ്, ഫസ്റ്റ് ലേഡി. അതായത് ഈ ലോകത്തെ ഫസ്റ്റ് ആയിട്ടുള്ള ലേഡിയാണ്. ഇത് നമ്മുടെ ഹിഡൻബർഗിൻ്റെ മാനാണ് കേട്ടോ. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം എവറിത്തിങ്. കുറേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ തെക്കിൻ താടി കൊണ്ടുള്ള പ്രതിമയാണ്. തെക്കിൻ്റെ താടി വെച്ചിട്ടുള്ള ഒരു പ്രതിമയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതെന്താ സംഭവം? ഇത് നമ്മൾ ഓരോരോ കല്ലുകളില്ലേ, അതായത് നമ്മുടെ എന്താ ഇൻജീനിയസ് അങ്ങനത്തെ ഓരോരോ കല്ലുകളാണ് ഈ കാണുന്നത്. ശില്പശാല എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് കല്ലുകൾ. പിന്നെ മോഡൽ ഓഫ് ഗോൾഡ്, ഇതാണ് ഗോൾഡിൻ്റെ മറ്റേ മോഡൽ കേട്ടോ. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് സ്റ്റോൺസ് അത്. പിന്നെ ഐ ക്യാൻ സേ ഇറ്റ് ആസ് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ട്രാവലിംഗ് ബോട്ട്സ് ആണ്. ഓരോ ടൈപ്പ് ഓഫ് എല്ലാം വെറൈറ്റിയാണ്. നമുക്കിതൊന്നും ഇന്നലെ കാണാത്തതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്. കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഇതിൻ്റെ സംഭവം റെയിൽവേ ട്രാക്കാണെന്ന് ചേർന്നോട് പറയുന്ന സംഭവം മനസ്സിലായില്ല. നല്ല ടേക്ക് എ ഫോട്ടോ ഓഫ് ഇറ്റ്. ഓക്കെ ഗൈസ്, കൊള്ളാം. ഇത് സംതിങ് ഐ ഫീൽ ഇറ്റ് ആസ് സോ വെറൈറ്റി. നമ്മൾ കാണാത്ത പലതും കാണുമ്പോൾ നമുക്ക് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ മറ്റേ റെയിൽവേയുടെ മോഡലാണ്. ഇത് പറമ്പിക്കുളത്തിൽ നിന്ന് ചാലക്കുടിയിലേക്ക് സ്ഥാപിച്ചിരുന്ന റെയിൽവേയുടെ ഫയൽ ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഗൈസ് നമ്മുടെ പെട്ടിച്ചക്രം സംബന്ധിക്കാൻ. പിന്നെ ഇത് വുഡൻ ഷീൽഡാണ്. ഇതെന്താ സംഭവം? മീനാണ്. മനസ്സിലായി. കല്യാണം കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ഉള്ളിനകത്തിരുന്നിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് ഇതെല്ലാം. രാജാക്കന്മാരുടെ പണ്ടത്തെ പ്രശ്നമാണ്. ഇത് ദർബാർ പ്ലസ് മോൾ. കൊള്ളാം ഗൈസ്, ഐ ലവ് ഇറ്റ് ഗൈസ്. ഇവിടെ കുറേ കാണാനുണ്ട്. അതേപോലെ കഥകളി, ഇതൊക്കെ അടിപൊളിയാണ് ഗൈസ്. ഇറ്റ് ഈസ് സോ വെറൈറ്റി നോ. ഇത് കണ്ടോ ഗൈസ്? എൻ്റെ മോനെ ഇത് കൊള്ളാം, വമ്പൻ സാധനം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ മ്യൂസിയത്തിലൊക്കെ എന്താ കയറുന്നത് അല്ലെങ്കിൽ അത് കാണുന്നത് വലിയ താല്പര്യമില്ല സംഭവം. അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ വെൻ ഐ വാസ് സീയിങ് ദീസ് ഓൾ തിങ്സ് ഐ വാസ് എക്സൈറ്റഡ് നോ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇതൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയി ഗൈസ്. ഇത് ഭീമനാണ്. ഐ തിങ്ക് ഇതൊക്കെ നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ വെൻ ഐ വാസ് സീയിങ് ദിസ് ഐ വാസ് സോ എക്സൈറ്റഡ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ശുർപ്പണങ്ക എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് കുച്ചേലൻ. ഇതാരാ? ഇത് നരേന്ദ്രൻ. കൊള്ളാം. ഇത് ഭാഗസുരൻ, ഭീമസേന. അങ്ങനെ വെറൈറ്റി കഥകളി. ഹനുമാൻ, രാവണൻ, സുഭദ്ര, ലോർഡ് കൃഷ്ണ, ബഹുഗൻ, രുക്മണി. എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോട് താല്പര്യമില്ല. എനിക്ക് കാണുമ്പോൾ ഇങ്ങനെയും ഉണ്ടല്ലേ, അതാണ് നമ്മൾ ചിന്തിച്ചത്. അതിപ്പോൾ കാണിച്ച ഇത്രയും കഥകളിയുടെ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ആണ്. ഇത് കഥകളി എന്ന് പറയുന്നത് ഹൈലി സ്റ്റൈലിസ്റ്റ് ക്ലാസിക്കൽ ഇന്ത്യൻ ഡാൻസ് ഡ്രാമ നോട്ടഡ് ഫോർ ദ അട്രാക്റ്റീവ് മേക്കപ്പ് ക്യാരക്ടേഴ്സ് ആണ്. അത് എലബറേറ്റ് എഴുതിയിട്ടില്ല, പേരും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആംസ് ആൻഡ് ഒഫിഷ്യൻസി വെപ്പൺസ് ആണ്. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന പല ടൈപ്പ് ഓഫ് വെപ്പൺസ്. ആയത് ഓരോ സംഭവങ്ങളാണ്. ഇത് കാണുമ്പോൾ സത്യത്തിൽ നമ്മളിപ്പോൾ എത്ര ഇതായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇതാണ്. അതേപോലെ തന്നെ അടുത്തതാണ് സീബ്രയുടെ വരങ്ങൾ. പക്ഷേ ഇതൊക്കെ ലൈക്ക് അതിൻ്റെ തൊലി വെച്ചിട്ട് ചെയ്തേക്കുന്നുണ്ട്. മൊത്തം ബോഡി റിയലല്ല, കാരണം ബോഡി ഡീക്കേ ആകും. അപ്പോൾ എനിക്ക് ഇത് തൊലിയായിരിക്കും, മരിച്ചിട്ടുള്ള ഓരോന്നിൻ്റെ തൊലി വെച്ചിട്ട് ചെയ്തായിരിക്കും. ബട്ട് എനിക്ക് തോന്നുന്നില്ല ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി ഡീക്കേ ആവില്ല. എന്താ സംഭവിക്കുക പോകാൻ പറ്റാം. ഇതിൻ്റെ സംഭവം സ്കൾ ഓഫ് വെയിൽ. ഗൈസ് ഇത് മനുഷ്യൻ്റെ സ്കളാണ്. കൊള്ളാം. ഇത് കുതിരയുടെ സ്കൾ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് റിയൽ ആണോ? ഇത് തൊലിയല്ലേ? മലയാണ്. ഓരോ ടൈപ്പ് ഓഫ് ജ്യൂട്ട്സ് ആണ്. അതായത് ഇഞ്ച ജ്യൂട്ട്, അതായത് മറ്റെന്താണ് ഫൈബേഴ്സ്. കുറേ വെറൈറ്റീസ് സീനിക്കുക. പിന്നെ ആസാമിൽ മീൻ പിടിക്കുന്നത്. അതായത് ആസാമിൽ മീനൊക്കെ ഇങ്ങനെ പിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. നമുക്കൊക്കെ വലയാണ്. പണ്ട് കാലത്ത് ആസാമിൽ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ആയിരുന്നു ഗൈസ്. ഇത് പിന്നെ ഇത് നമ്മുടെ പച്ചില പാമ്പിൻ്റെ മരിച്ചിട്ടുള്ള ഒരു ജലമാണ്. പിന്നെ ഇത് വെള്ളക്കെട്ടൻ, ഇത് വെള്ളിക്കെട്ടൻ, ഡീപ്പ് വാട്ടർ. അത് ക്രാബാണ് കണ്ടത്. ഇതെനിക്ക് തോന്നുന്നു കോൺ ഓഫ് കേസ്. അത് അലങ്കാര പനിയുടെ ചങ്ക്. പിന്നെ ഫ്ലൈങ് ലിസാർഡ്, പറക്കുന്ന ലിസാർഡ്, പല്ലി. പിന്നെ മഷ്റൂം. എന്താ കണ്ടു ഐസോ. ഇത് തെക്കിൻ തടിയാണ്. തേക്കിൻ തടി. ഇത് ഡ്രം സ്റ്റിക്ക്, ലാൻഡൽ, ബോട്ടിൽ കോർക്ക്. കുറേ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പക്ഷേ ഈ ഭാഗത്ത് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നില്ല. ആ സ്കെൽറ്റൻസ് ഒക്കെ ഓക്കെ. ബട്ട് ഐ വാസ് സീയിങ് ദീസ് ഓൾ ടൈപ്സ് ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ടു സീ ദീസ് ടൈപ്സ്. പിന്നെ ഇത് കുറേ ചെടികളെല്ലാം, അതായത് അതിൻ്റെ പേരും കൂടി എഴുതി വെച്ചിട്ടുള്ളതാണ്. പിന്നെ പല ടൈപ്സ് ബുക്കുകൾ. കൊള്ളാം. കടലിൽ വാഴുന്ന, അതായത് പവിഴ പുറ്റുകളാണ് ഈ കാണുന്നത്. അങ്ങനെ കുറേ ചെടികൾ ഇലകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സീഷെൽസ്. എനിക്ക് സീഷെൽസ് പൊട്ടാണ്. പിന്നെ എന്താ പറയുക കോറൽസ്. ഇത് വെള്ളത്തിൽ ഇതാണ് ഓരോ ഐറ്റംസാണ്. സ്റ്റോൺസ്, കടലുള്ള പേള്. ഇതാണ് നമ്മുടെ സീഷെൽ. ഇതിനകത്താണ് ഈ പേള് കാണപ്പെടുന്നത്. നമ്മുടെ ഇങ്ങനെ മുത്തുകളും സംഭവങ്ങളൊക്കെ. പിന്നെ ഓരോരോ മീനുകൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. തേള് കുറേ ഉണ്ട് ഗൈസ്. ജീവനോടാ അമ്മ ചത്തതിന് ശേഷം ജീവനോടാ. പിന്നെ ഇത് തെവങ്ക് എനിക്ക് അറിഞ്ഞ സംഭവം.
ഇത് കടൽപ്പൂക്കളാണ് ഈ കാണാൻ കൊള്ളാം. നമ്മുടെ നീർനായയാണ്. നീർനായയുടെ വീട് അതിൻ്റെ തൊലി വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഗ്രൈൻഡ് അങ്ങനെ കുറേ ഉണ്ട്. വവ്വാൽ, അറേബ്യൻ, അതായത് അറബിക്കുരങ്ങല്ലേ, ഫ്ലൈങ്, അതായത് പറക്കുന്ന എണ്ണാൻ ഇത്രയും വലുതാവും അല്ലേ. ഓക്കെ. പിന്നെ മീൻ, അതായത് ഇത് ജസ്റ്റ് ഒരു ഇതാണ് കേട്ടോ, ഒരു മെയ്ഡ് ചെയ്യണം, റിയൽ അല്ല, ഒരു മോഡലാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എമോ എന്ന് പറഞ്ഞൊരെണ്ണമാണ്. അപ്പോൾ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഇനി മുകളിലേക്കാണ്. ഞാൻ ടയർഡായി, സീരിയസ്ലി ഞാൻ ടയർഡായി. വെള്ളമാകുമ്പോൾ ഇന്ന് നിന്നേക്കാത്ത അടുത്ത് വന്നിട്ട് ഇതും നമ്മുടെ എന്താ പറയുക, ക്രാബ്, ചെമ്മീൻ, മീൻ, പാമ്പ് അതൊക്കെ പ്രിസർവ് ചെയ്ത ഐറ്റംസാണ്. പിന്നെ ഇതൊക്കെ റിയൽ മീനാണ് കേട്ടോ, ഇതൊക്കെ റിയലാണ്. അവിടെ അവർ എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് റിയൽ എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കണമെന്നല്ലേ, ഇത് ഡിക്കി ആവണില്ലേ മോദ, ഇത് റിയൽ അല്ലല്ലോ, റിയലാണോ? ഇത് ഓരോരോ മുട്ടകളാണ്. എഗ്ഗ് മറ്റേ ഒട്ടക പക്ഷിയുടെ മുട്ട, അതേപോലെ പെലിക്കൻ മുട്ട, എമുവിൻ്റെ മുട്ട, അങ്ങനെ പല മുട്ടകളും ഉണ്ട്. ക്രാബിൻ്റെ, ബേർഡ്സ്, രാജവെമ്പാല, ആമകളുടെയൊക്കെ തോട്, പിന്നെ പല ടൈപ്പ് ഓഫ് പക്ഷികളെ സത്യത്തിൽ ഞാൻ മടുത്ത് ടയർഡായി. നമ്മുടെ മയിൽ മതി ജാതിക്കയും ഉപ്പിലിട്ട അല്ല ഉപ്പും മുളകൂട്ട മാങ്ങയും പിന്നെ ജാതിക്ക വാങ്ങാൻ നോർത്തു. ഇങ്ങനെ ഞാൻ ജാതിക്ക തിന്നിട്ടില്ല, പിന്നെ ജാതിക്ക തിന്നണമെന്നുണ്ട്. അപ്പോൾ ജാതിക്ക എനിക്ക് തിന്നാനായിട്ട് നോക്കുന്നുണ്ട്. ജാതിക്ക വേറെ ഏതൊരു ടൈപ്പ് മാങ്ങ, അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വേണ്ട, നല്ല വെയിലാണ്, നല്ല ചൂടെടുത്ത് മുഖം സെറ്റാക്കണം. ഇനിയിപ്പോൾ 10 മണിയല്ല, 10 മണി കഴിഞ്ഞാൽ നാളെ നിന്ന് വാങ്ങെടുത്ത് 52 നമുക്ക് സമയം ഉച്ചവരെ നിങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചില്ല. സെറ്റാക്കി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. സോ ഗൈസ് നമ്മളപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ വന്നു. ഇപ്പോൾ കുറച്ച് ആശ്വാസം അതിൻ്റെ വണ്ടി പാർക്കാനുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വന്നേക്കുവാണ്. ഫുഡ് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. പിന്നെ സംഭവം ഉണ്ടായി, ഞാൻ ഇവിടുന്ന് അതായത് ഈ കട പറയുമ്പോൾ മുകളിലൊന്ന് താഴെ നമ്മൾ താഴെ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഹീൽസ് അടിച്ചു. കുറേ പേര് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരാൻ ഒറ്റ വീഴ്ച. ഓക്കെ, നാണെന്നിട്ട് വീഴ്ച ഇവിടെ നോക്കാൻ പറ്റില്ല, നാണെന്നിട്ട് പഠിക്കാം. ഒറ്റ വീഴ്ച ബാക്ക് പോയി, കാല് പോയി, ഹീൽസ് എവിടെ തോന്നി ഞാൻ 4 വീഴ്ച. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മ ഇനി കാറിക്ക് പോകാൻ പോവാം. ഇത് കഴിഞ്ഞിട്ട് എന്നാലും ഫുഡ് കഴിച്ചാൽ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത സ്ഥലത്തേക്ക് നോക്കാം. ഞാൻ ഒരു വട്ടം വീട്ടിൽ ഇപ്പോൾ ഞാൻ തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. തൃശ്ശൂർ മെയിൻ ടൗണിലാണ്. പിന്നെ അതിന് പോയ സ്ഥലങ്ങളിലേക്ക് കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ അവസാനം നോക്കിയാൽ ഇന്നത്തെ ഡേ 1 നൈറ്റ് ഞാൻ വേണ്ടിയില്ല. ഇത് എങ്ങനെ ഡേ 1 നൈറ്റ് എനിക്ക് അറിയില്ല. ഓക്കെ, വായ്നോക്കുകളുണ്ട് ഗൈസ്, ഒത്തിരിയേറെ വായ്നോക്കുകളുണ്ട്. നമ്മൾ വായ്നോക്കല്ല, നമ്മൾ പക്കാ ഡീസൻ്റ് ആയി നമ്മൾ വായ്നോക്കല്ല, നമ്മൾ ഇങ്ങോട്ടാണ് വാങ്ങി. കുറേ ഇവിടെ കാണാനുണ്ട്, കുറേ മ്യൂസിയമാണ്. പിന്നെ എൻ്റെ പക്ഷേ വേറെ ഇറങ്ങാം. ഓക്കെ, നമ്മൾ വണ്ടിയിൽ കയറി. പിന്നെയും ചൂടിക്കാൻ തുടങ്ങി. നമുക്ക് എന്തായാലും പോകാം ഗൈസ്. ഇനിയപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാടേക്ക് പോയിട്ട് വേണം ബാക്കി. അപ്പോൾ പാലക്കാടിൽ നിന്ന് വേണം എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. സോ നമ്മൾ എന്താ പറയുക, തൃശ്ശൂരിൽ നിന്ന് വണ്ടി എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ? ചൂടെന്ന് വെച്ചാൽ അങ്ങനത്തെ ചൂടാണ് ഗൈസ്, അങ്ങനത്തെ ചൂട്. സൈക്കിളിന് ഒരു പരിധിയില്ല. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ എത്രയുണ്ട് പാലക്കാടേക്ക്? പാലക്കാട് ഇട്ടോ വേറെ എന്തെങ്കിലും അല്ല, ഫസ്റ്റ് പാലക്കാടിലേക്ക് ഒന്ന് എൻട്രി ആവട്ടെ. അല്ല, അതിന് മുമ്പ് വല്ല ഉണ്ടാവും ചിലപ്പോൾ. ഓരോ സ്ഥലങ്ങൾ നോക്കാൻ വേണമെങ്കിൽ പീച്ചിടാൻ പോട്ടെ. ഇവിടെ 20 കിലോമീറ്റർ എനിക്ക് ലൂടിക്കാണെന്നല്ലേ വേണമെങ്കിൽ പീച്ചിടാൻ പോണോ? ലൂടിക്കാം. വേണ്ട, ലൂടിക്കണം ഗൈസ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സിനിമയുണ്ട് ഗൈസ്. അടിപൊളി സിനിമ. സിനിമ പാലക്കാട് ഇങ്ങോട്ട് സ്ഥലമൊക്കെ അറിയാം. കുറേ പേരുടെ സ്നാപ്പൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടേ പീച്ചി ഡാമിലേക്ക് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പോവാം. നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് പീച്ചി ഡാമാണ്. ഞാൻ പെൻഡ്രി വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. പീച്ചി ഡാമിൽ എത്തി നമുക്ക് വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് നോക്കാം. സൈഡ് കഴിഞ്ഞാണ്ട് നമ്മളിപ്പോൾ പീച്ചി ഡാമിലുണ്ട്. പീച്ചി ഡാമിലേക്ക് എൻട്രി ആയിട്ടില്ല. ആ ഒരു ഭാഗത്തുണ്ട്. കാറോടെ പാക്ക് ചെയ്തു. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നതാണ്. ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. മമ്മിയാണെങ്കിൽ കൊട എടുത്ത് നല്ല വീടുണ്ടല്ലോ. മമ്മി കൊട എടുത്തു. നമ്മൾ പീച്ചി ഡാമിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പീച്ചി ഡാമിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം വന്ന പാലക്കാട് പോകുന്നത്. പീച്ചി ഡാമിൻ്റെ അടുത്താണ്. പീച്ചി ഡാം ശരിക്കും തൃശ്ശൂരല്ലേ? പാലക്കാട്.
പ്രാക്ടിക്കൽ ബസാർ റോഡ് കേൾക്കി നമുക്ക് നോക്കാം തിരിച്ചു വരാം ഞാനിത് വായിക്കട്ടെ കേരള ഇതന്നെ പാട്ടിക്കാട് ബസാർ റോഡ് പി ജംഗ്ഷൻ ചോദിക്കുന്നുണ്ട് നിന്റെ സാധനം പാലക്കാട് ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പോവാം. നമ്മളിപ്പോൾ ഉള്ളത് പീച്ചി ഡാമാണ്. ഞാൻ എൻട്രി വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. പീച്ചി ഡാമിലെത്തി നമുക്ക് വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് നോക്കാം. പീച്ചി ഡാം തിരിച്ചു വരുമ്പോൾ ഇപ്പം നൈസിൽ നിന്നുകൊണ്ട് വരാൻ പറ്റും. ഓൾറെഡി ഫുഡ് അത് ഞാൻ ഫുഡ് പകുതി കഴിച്ചോളാം. പറഞ്ഞു ഇത് പറയാം അച്ഛൻ പറ്റിയ പോലെ വേണ്ട അച്ഛൻ വരെ ഒന്നിച്ചോളാം മതി. ജാടി ശരിയാടാ ഇയാളെന്താണ് ഇങ്ങനെ പോകുന്ന നിങ്ങൾ കടിച്ച പണിയാണ് കയറുക ഇങ്ങനെ അച്ഛ ആടിച്ച അച്ഛ എന്ത് മണ്ടത്തര എന്ത് മണ്ടത്തര അച്ഛനെ പുറകെ പോകണ്ട അച്ഛൻ എന്തൊക്കെ കാണിച്ചു അത് അതിൻ്റെ മുമ്പിൽ വന്നിട്ട് കാണാൻ പറ്റും. എന്തു അച്ഛൻ കാണിക്കാം മുട്ടിയായിട്ട് തോന്നുന്നു എന്താ ഓ ഗൈസ് അപ്പോൾ വീഡിയോ ഉണ്ടായിരുന്നല്ലേ ഗൈസ് അച്ഛൻ എന്ത് റെഡി ചെയ്തെന്നറിയോ മാങ്ങ വെയിലുണ്ടായിരുന്നേ മാങ്ങയിൽ കുടിക്കണ്ടായിരുന്നു വാങ്ങിച്ചു സംഭവം ആ വലിയ മുട്ടൻ ആടിൻ്റെ മുമ്പിൽ അച്ഛൻ്റെ അടുത്ത് ആ മാങ്ങ എടുത്ത് വായിക്കാത്ത വെക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടിയാണല്ലോ അതുങ്ങൾ അച്ഛനെ കുത്താൻ വന്നു ഗൈസ് ഞങ്ങൾ ഓടി ഗൈസ് ഓക്കെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വന്നിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഫുൾ ആൾക്കാരാണ്. നമുക്ക് നോക്കാം എന്താ പറഞ്ഞത് അറിഞ്ഞൂടാ ഗൈസ്. ഇവിടെ വന്നിട്ട് ഇവിടെ എന്താ എൻട്രി ഫീസ് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 മുതൽ 11 വയസ്സ് വരെ ഉള്ളവർക്ക് 10 രൂപയും 12 മുകളിലുള്ളവർക്ക് 20 രൂപയും പിന്നെ 60 മുകളിലുള്ളവർക്ക് 10 രൂപയാണ്. അപ്പോൾ നമ്മുടെ 3 അഡൾട്ടാണുള്ളത്. നമുക്ക് 3 പേർക്ക് വന്നത് 20 രൂപയും ചേർന്ന് പിന്നെ 10 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ പീച്ചി ഡാമിൻ്റെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. റേറ്റ് ഒക്കെ സംഭവം കുറവാണ്. പിന്നെ ഉള്ളിൽ ഇതേവരെ കണ്ടിട്ടില്ല പോയി കാണുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറയുക പീച്ചി ഡാമിൽ കുറേ വെയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നേ വരെ തൃശ്ശൂർ ഭാഗത്തൊന്നും അധികം വന്നിട്ടില്ല. ആ കൂടി ദിവസം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. സംഭവം എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ മാങ്ങ വാങ്ങിച്ചതിൻ്റെ കവർ ഉണ്ടായിരുന്നു. കവറിനകത്താണ് മാങ്ങയും ലൂരിക്കൊക്കെ വെച്ചത്. നമുക്ക് മനസ്സിലായില്ലേ ഇതായിരുന്നു കവർ കയ്യിലുണ്ടായി. അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളോട് പ്ലാസ്റ്റിക്കും എല്ലാം കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവും. ഒരു ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പോഴേക്കും അതിൽ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പം ആ പ്ലാസ്റ്റിക്കിന് ഒന്നില്ലെങ്കിൽ 20 രൂപ കൊടുത്ത് പോയിട്ട് തിരിച്ച് അവർ 20 രൂപ തരുന്നു പറഞ്ഞു. അതില്ല 20 രൂപ തരുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക്കിന് എക്സ്ട്രാ 20 രൂപ കൊടുത്താൽ തിരിച്ച് ആ പ്ലാസ്റ്റിക് കാണിച്ചാൽ മാത്രമേ തിരിച്ച് നമുക്ക് 20 രൂപ ബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എൻട്രി ചെയ്ത് നമ്മൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. തിരക്കില്ലാന്നും ഞാൻ പറയാനില്ല. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഇടക്ക് അച്ഛൻ ഒന്നാമത്തെ കാര്യം അച്ഛനോട് ആടുകളുടെ കുത്ത് വാങ്ങാണ്ട് രക്ഷപ്പെട്ടു. അവർ ബ്ലോഗിങ് നടക്കി അച്ഛൻ ആടിൻ്റെ കുത്ത് വാങ്ങാണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിന് 20 രൂപ കൊടുത്തിട്ട് വന്നു. എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ഒന്നും പറയാനില്ല ഗൈസ്. അച്ഛനും ഫയറാണ് ഗൈസ് ട്രൗസർ ഒക്കെ വന്നത്. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാം. ഓ ഇതേ പീച്ചിടാനാണല്ലോ ഗൈസ്. കൊള്ളാം അമ്മ ബോട്ടിങ് ഇട്ടാ കൊള്ളാം ഗൈസ്. ബോട്ടിങ് ഉണ്ട്. ഞാൻ ഒന്ന് ഉണ്ടായിരുന്നു സംഭവം. കഴിഞ്ഞ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കണ്ടിട്ട് നമുക്ക് മൂന്നാറിലെ സംഭവം ഇരിക്കുന്നു. പക്ഷേ ഏകദേശം അതേപോലെ ഡാം കൂടിയാണ്. മൂന്നാറോ അല്ല അവിടുത്തെ വലിയ ആറുണ്ടല്ലോ അതുപോലെ ഉണ്ട്. കൊള്ളാം ഗൈസ്. കാല് നടക്കാൻ പറ്റുന്നില്ല. ഒരു പോക്കറ്റ് ഫോൺ പിന്നെ കാല് ഹീൽസ് നമുക്ക് കണ്ടിന്യൂ ആക്കാം. അപ്പോൾ എന്താ പറയുക ഇത് ചെറിയ എക്സ്പീരിയൻസ് ആണ്. ഇത് എനിക്ക് പാലക്കാടേക്ക് പോകണം. പിന്നെ നാളെ പിന്നെ രാത്രി സ്റ്റേ ആണ്. നമ്മൾ പഠിച്ചു വിളിക്കണം. ഇത് ഗൈസ് പിന്നെ ഇടയിൽ നമ്മുടെ ലൈബ്രറി നമ്മുടെ ഫ്രണ്ട് ചാറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഭാഷ മാറിയില്ലേ ഞാൻ ഇത്ര നേരം എൻ്റെ വേറെ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് മാറി ഇവിടെ വന്നിട്ട് ഞാൻ വേറെ എന്തോ ആലോചിച്ചു. എനിക്ക് ഇവിടെ തൃശ്ശൂർ സ്ലാങ് വന്നു അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കട്ടെ ഫ്രണ്ട്സ് ആരെങ്കിലും സാരി ഞാൻ അവർക്ക് വെറുപ്പിക്കണേ ഗൈസ്. അങ്ങനെ അവർക്ക് വെറുപ്പിക്കാൻ പറ്റുന്ന സന്തോഷം വേറെ ലെവൽ. ഓക്കെ ഒരാളെ ഞാൻ വിളിച്ചായിരുന്നു എടുത്തില്ല. രണ്ടാമത് എടുത്ത് ഞാൻ വീഡിയോ ഫോട്ടോ വേസ്റ്റ് പോവുകയാണ്. ഓക്കെ വി എൻറ്റേർഡ് ഹിയർ. ഓ മൈ ഗോഡ് ഗൈസ് ഇറ്റ്സ് അമേസിംഗ് ഗൈസ്. എൻ്റെ പൊന്നും മകനെ എൻ്റെ പൊന്നും എനിക്ക് വയ്യ. എൻ്റെ കണ്ണൊക്കെ തള്ളി പോകണം ഗൈസ്. ഞാൻ എനിക്ക് കാണുമ്പോൾ 3 ആവുന്നില്ല. ഓർത്ത് രണ്ടാമത് നാട്ടിൽ പറ്റിയിട്ടാണ് എൻ്റെ മോനെ പോലീസ് ആണ്. പക്ഷേ അതൊക്കെ ലോങ് ആണ് മനസ്സിലായില്ലേ. പക്ഷേ അത്യാവശ്യം നല്ല ലോങ് ആണ്. ഇതെന്താണ് എൻ്റെ മോനെ സെറ്റ് സീനറി. എനിക്ക് ഇതൊരു ഹിൽ പാലസ് സംതിങ് ആണ് തോന്നുന്നത്. അടിപൊളിയാണ് അടിപൊളിയാണ്. പീച്ചി ഡാമിൻ്റെ ഷട്ടർ ഇതിൽ കൂടിയാണ് വെള്ളം തുറന്നുമ്പോൾ പോകുന്നത്. നല്ല ആളുണ്ട്. ഓക്കെ ടൈം വേസ്റ്റ് ആക്കാനുള്ള അങ്ങനെ ജസ്റ്റ് എല്ലാം ഓടിച്ചു കണ്ടുകൊണ്ട് പോകുന്നതാണ്. ഓക്കെ അടിപൊളിയാണ് സ്ഥലം. ഇഷ്ടപ്പെട്ടു എല്ലാം കാണാൻ കൊള്ളാം ഗൈസ്. ഇതാണ് 3ാമത്തെ ഷട്ടർ കേട്ടോ. കൊള്ളാം. എനിക്ക് കാണുന്നത് എന്തോ ഭയങ്കര പേടിയാണ്. നെഞ്ചിരിക്കുന്നത് എങ്ങനെ ചെയ്യുമ്പോൾ എന്നുള്ള അവസ്ഥ ചത്ത് മൊജീറ്റോ പറഞ്ഞൊരു ബ്ലൂ കറൻറ്റ് മൊജീറ്റോ. ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. പീച്ചി ഡാമിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ ഒരു മൊജീറ്റോ ഒക്കെ കുടിച്ച് ഒരു ഊഞ്ഞാലൊക്കെ ആടി. എനിക്ക് താഴെ വേണമെങ്കിൽ ഇറങ്ങാൻ താഴെ പാർക്കുണ്ട്. പക്ഷെ നമ്മൾ കുറേ സ്ഥലത്തിന് പോകാനുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. വ്യൂ അടിപൊളിന്ന് ചട്ടിപ്പൊളി. അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ ഇനി വേറെ കുടിച്ചു. നമ്മൾ ഇനി അടുത്ത് പോകുന്നത് എന്താണ് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ടേക്ക് മലമ്പുഴ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഓൺ ദ വേ ഗൈസ്. നമ്മളിപ്പോൾ തുരങ്കത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഗൈസ് നമ്മളിപ്പോൾ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി. ഓക്കെ ഓൺ ദ വേ ടു പാലക്കാട്. യാക്കരപ്പുഴ. നമ്മൾ പാലക്കാട്ടിലെ യാക്കരപ്പുഴയാണ് കാണുന്നത്. ഗൈസ് മറ്റു സംഭവം കാണില്ല. ഓക്കെ വി ആർ ഓൺ ദ വേ ടു ദ അല്ല പാലക്കാട്. ഇപ്പൊ നമ്മൾ എവിടെ പോകുന്നത്? മലമ്പുഴ ഡാമിന്റെ ഒരു 100 മീറ്റർ റോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല റോഡാണ്. വലിയ റോഡല്ലെങ്കിൽ നാഷണൽ ഹൈവേ തന്നെ ഒരു സർവീസ് റോഡ് വെളിയിലോട്ട് കിട്ടും. അപ്പോൾ ഡാമിലെത്തിയിട്ടാണ്. യാ ഗൈസ്. അപ്പോൾ അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. 2 വ്ളോഗേഴ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഇത്തിരി പ്രശ്നമുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി എന്തായാലും മലമ്പുഴ ഡാമിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ എല്ലാത്തിനെയും കറക്റ്റ് പ്ലേസ് ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഏറ്റവും അവസാനം പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ മലമ്പുഴ ഡാം അവിടെ നാക്ക് വരില്ല ഗൈസ്. അവർ അഭിനയിക്കുവാണ്. മലമ്പുഴ
ചെക്കൻ്റെ തല നോക്കിയേ ഗൈസ്. ഗൈസ് ചെക്കൻ്റെ തല നോക്കിയേ. ചെക്കൻ തല തിരിച്ചേ. ഗൈസ് ഇന്നലെ അവൻ വീട്ടിൽ കയറി വന്നത് കാണണമായിരുന്നു. ഞാൻ പറയട്ടെ. ഓക്കെ ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡറിലെത്തി. ഐ മീൻ പാലക്കാടും തമിഴ്നാടിനൊക്കെ നടുവിലാണ്. കാരണം ഈ ഗ്രാമപ്രദേശം കണ്ടാൽ കറക്റ്റ് തമിഴ്നാടിനെ അറിയുള്ളൂ. സത്യം ലൈൻസ് പോലെ അവിടെ ഇവിടെ എസ്റ്റേറ്റ് പോലെ ഉണ്ട്. യാ ഗൈസ് എനിക്ക് പീക്ക് ഒന്ന് ഫോട്ടോ എടുക്കണം. നല്ലത് കണ്ടില്ല ഗൈസ്. ഒരു ക്രേസ് ആണ്. യാ one of my biggest craze was when I was seeing these type of mountains, peak level mountains. And ഇതൊക്കെ കാണുമ്പോൾ I love it. അതുപോലെ ഇരിക്കുന്നു. വേണ്ട നമുക്ക് ഈ കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് ഒക്കെ പോകാൻ ഓർത്തു. ആ പീക്ക് ആണെങ്കിൽ ഒത്തിരി ഇഷ്ടമായി. മലമ്പുഴ ഡാമിലെത്തി. നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഓൺ ദ വേ ഗൈസ്. തൃശ്ശൂർ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ സ്ലാങ് ഒന്ന് പിടിച്ച് വെക്കാൻ നോക്കി. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി. പാലക്കാട് പാലക്കാട് സ്ലാങ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കേട്ടിട്ടില്ല. ആ കുഴപ്പമില്ല. അങ്ങനെ മലമ്പുഴ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നില്ല. സാധാരണ പ്രശ്നം പാലക്കാട് സ്ലാങ് പഠിക്കണം. പാലക്കാട് ഇപ്പോൾ തമിഴും മലയാളം കൂടി ഇഷ്ടമാണ് തോന്നുന്നത്. ജസ്റ്റ് റൈറ്റ് നമ്മളിപ്പോൾ പാർക്ക് ചെയ്ത് നടക്കുകയാണ്. ഹെൽമെറ്റ് ബാഗ് മുതലായവ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കും. നമ്മളെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മലമ്പുഴ ഡാമിൽ വന്നപ്പോൾ കുറേ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. സോ കൂളിംഗ് ഗ്ലാസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വാങ്ങാൻ തോന്നി. ഞാനിപ്പോൾ കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു. ഈ കണ്ണാടി ഈ ഗ്ലാസ് ഇഷ്ടപ്പെട്ടു. റേറ്റ് വന്നത് റേറ്റ് ഫാമിലിക്ക് 24 പിന്നെ ഹൈറ്റ് അനുസരിച്ചാണ് റേറ്റ് കാര്യങ്ങൾ വരുന്നത്. നമുക്കിപ്പോൾ ഫാമിലി ആയതുകൊണ്ട് 24 ആയത് നമുക്ക് പോകാൻ നോക്കി അവിടെ നോക്കാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുന്നുണ്ട്. ഗൈസ് കൊള്ളാം ഗൈസ്. നമ്മുടെ കൂടെ കുറേ ആളുകൾ വരുന്നുണ്ട്. തിരിച്ചവരെ കൊണ്ടാക്കോ. ഓക്കെ ഡാമോ ഡാം അവിടെ കണ്ടിട്ട് തിരിച്ചു വരണം. ഓക്കെ ഓക്കെ ഗൈസ്. അമ്മയുടെ ബാക്കിലുണ്ട്. 2 റൗണ്ട് കഴിഞ്ഞു. നമുക്ക് ഇറങ്ങാൻ പോവാണ്. പെട്ടെന്ന് ഇറങ്ങാം. സോ ബൈ. അപ്പോൾ കണ്ടേ ഇഷ്ടമായി ഗൈസ്. എന്താ പറയുക ഒത്തിരി ഇഷ്ടമായി. അടിപൊളിയായിരുന്നു. ഫേസിൽ കാണില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക പുഴയൊക്കെ വന്നിട്ട് ഞാൻ പുഴ എന്ത് ആടുന്നു. ഞാൻ എത്തിയ സമയത്ത് അടിപൊളി എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടമായി. അല്ല പക്ഷേ ഇങ്ങനെ നമ്മുടെ ടൂറിൽ ഇല്ലാത്ത സ്ഥലം വന്ന വഴിക്ക് എനിക്ക് കയറി പോകാൻ എനിക്ക് കയറിയതാണ്. ചിത്രത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. വന്നത് മറൈൻ അക്യൂരിറ്റിയിലേക്കാണ്. അത് അങ്ങനെ ഞാൻ കാണിച്ചില്ല. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ബിൽഡപ്പ് തന്നു. പക്ഷേ ചെറുന്ന് നിർബന്ധം എന്തൊക്കെ എനിക്ക് കണ്ടു പറ്റുമെന്ന് പറഞ്ഞു. സോ വന്നു. ഒരു അഡൽറ്റിന് 30, ചിൽഡ്രന് 20 രൂപയാണ്. ഇറങ്ങിയപ്പോൾ മനസ്സിലായി വാങ്ങിച്ചു. പിന്നെ ഗുവാവേരി ജ്യൂസ് വാങ്ങിച്ചു. പക്ഷേ എനിക്ക് സ്ട്രോ തന്നില്ല. ചെറുന്ന് മാത്രം സ്ട്രോ കൊടുത്തു. സോ നമുക്ക് മറൈനിക്ക് എനിക്ക് താല്പര്യമില്ല. മോനെ സീൻസ് എനിക്ക് ഇത് ഇഷ്ടമായിരുന്നു. വിളിക്കാൻ വലിയ താല്പര്യമില്ല. ഞാൻ എനിക്കാണ് നമ്മൾ തിരിച്ചു ഉണ്ടാക്കി കൂടെ ഇരിക്കുന്നത്. അല്ല വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയറ്റുമായിട്ട് വിടാം. കൊള്ളാം സാധനം കൊള്ളാം. പോത്താണ്. പക്ഷേ അത് വെള്ളമൊന്നുമില്ല ഗൈസ്. നമുക്ക് മുകളിൽ കയറാം. ഈ ഷെയറിൻ്റെ ഒരു ആന്താണ്. ഞാൻ അവിടെ AC ഫാനൊക്കെ ഉണ്ടായിട്ടുള്ളായിരുന്നു. ചൂടെടുത്ത് പറ്റാൻ തട്ടുന്നു. എന്താ സംഭവം കയറിയാലോ. ഒന്ന് പ്രേതാലോ. നമ്മൾ പ്രേതാലേക്ക് അതെ ഗൈസ്. എൻ്റെ മോനെ കൊള്ളാട്ടാ. പല വെറൈറ്റി. ഞാൻ ഈ വീടിനകത്ത് ലോങ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ലിറ്ററലി എല്ലാ മീനുകളാണ്. ഞാനപ്പോൾ ഇത് ലോങ് ആക്കാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ കയ്യിൽ ഒരു കടക്ക് ഇരിപ്പുണ്ട്. എറിഞ്ഞാൽ പൊട്ടണ പടക്കും. അയ്യ അത് പട്ടില്ല. ഓ മൈ ഗോഡ്. പൊട്ടി ഗൈസ്. അബ്സല്യൂട്ട്ലി എനിക്കൊന്നും പറയാനില്ല. ലിറ്ററലി സത്യം പറഞ്ഞാൽ ഇതേപോലെ കണ്ടേ നമ്മൾ ചില മീൻ അറിയില്ലേ ഹെവൻ ഇസ് എ പ്ലേസ്. സത്യം ഇതൊക്കെ എന്ത് രസമാണ്. അവർ മണ്ണിങ്ങനെ മൂടി കിടക്കാനും ആ ഒരു പുഴയിൽ ഇങ്ങനെ വെള്ളവും. ദിസ് മീൻസ് എ ലോട്ട് ഓഫ് ടു മീ. അക്കോർഡിംഗ് ടു മീ ഇത് അടിപൊളിയാണ്. ഇതൊക്കെ മിസ് ചെയ്യരുത്. നോട്ട് മിസ് ഇറ്റ്. ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ആണ്. നമ്മളപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു സ്പോട്ട് കണ്ടു. സോ അടിപൊളി പീക്കായിരുന്നു. കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. സോ അടിപൊളിയാണ്. നെക്സ്റ്റ് വ്യൂ എന്തായാലും ഈ വീഡിയോസൊക്കെ ഞാൻ പാർട്ട് 1 ആയിട്ട് വേണ്ടി വരും. എന്താ മോനെ അടിപൊളി സ്ഥലം. ഒരു രക്ഷയില്ല. എന്താ അടിപൊളിയായിട്ടില്ല. മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ആണ്. സോ ബാക്ക് മൈ വീഡിയോസ്. എന്താണെന്ന് പറഞ്ഞോളൂ. എനിക്ക് ഫീൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കാണുമ്പോൾ പ്രകൃതി വാട്ട് ഇസ് ദിസ്. ഇവിടെ അവിടെ കുളിക്കുന്നുണ്ട്. അപ്പോൾ അത് വന്നാണ് കുളിക്കാനോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊരു സംഭവം ഗൈസ്. ഒരു മീൻ ഇവിടെ ചത്തിടന്ന് കഴിച്ചാണ് ഈ കാണുന്നത്. ഓക്കെ അങ്ങനെ ഇപ്പോൾ ചത്തിന് കരയിൽ അടിഞ്ഞു കിടക്കണം. നോക്കി നിൽക്കണേ. ഹീൽസ് ആണേ. ഞങ്ങളത് കാലം മനസ്സിലായിരുന്നു. കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു. ശരി പോലെ നനയ്ക്കും. ആർക്കും കാണിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ട്രിപ്പ് തീർന്നു. എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല. സംഭവം ഫേസ് ഫുള്ള് ഡർട്ടിയായി. നല്ല സുഖമായി. എന്താണ് അവിടെ പോയി കാലൊക്കെ വെള്ളമിട്ട് ഫേസും ഫുള്ള് ടാൻ അടിച്ച് ഒരുമാതിരിയായി. വല്ല മാസ്ക് കൊടുത്തോണ്ടെങ്കിൽ മുഖം പൊത്താമായിരുന്നു.
കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ ഈ മലം ഒക്കെ പിന്നെയും പോയി മലമ്പുഴ ഡാമിൽ വന്ന് കുളിക്കുന്നതൊക്കെ പറയാൻ അത്ര സിമ്പിൾ പോകുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്, സീരിയസ്ലി ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴാണ് നമ്മൾ എന്താണ് മറ്റേ മലമ്പുഴ ഡാമിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തായാലും പാലക്കാട് നിന്ന് പോട്ടെ. ഓക്കെ കണ്ണൊക്കെ ചുമന്ന് ഗ്യാസ് ചുമന്ന്. ഓക്കെ ലെറ്റ്സ് സീ യു ഇൻ ദി നെക്സ്റ്റ്. അതാണ് ഇതിപ്പോൾ എവിടെയാ കോയമ്പത്തൂർ അടുത്തെത്താറായി ഗൈസ്. നമ്മുടെ കലാപരിപാടികൾ പാലക്കാട് തൃശ്ശൂരിലെല്ലാം കഴിഞ്ഞു. നമ്മിനി കോയമ്പത്തൂർ പിന്നെ നാളെ ഊട്ടിയിലേക്കുള്ള ഒരു പോക്കാണ്. അപ്പോൾ നമ്മിങ്ങനെ എന്താ പറയുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല കാലാവസ്ഥ അടിപൊളിയാണ്. ഫുള്ള് മരങ്ങളും മലകളും കാര്യങ്ങളൊക്കെയാണ്, നല്ല കാലാവസ്ഥയാണ്. പക്ഷേ എങ്കിലും നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി തണുപ്പുണ്ട്. വിറച്ച് കളിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലത്തെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അല്ല നല്ല തണുപ്പുണ്ട് ഇവിടെ, കാലാവസ്ഥ അടിപൊളി. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഉച്ചത്തെ ഫുഡ് കൂടി കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇനി ഉച്ചത്തെ ഫുഡ് കഴിക്കണം. പിന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇനി റൂമിൽ കയറണം. പിന്നെ രാവിലെ തന്നെ നേരിട്ട് പോകണം. അതൊക്കെ നമ്മുടെ കലാപരിപാടി. സോ ഐ എം സോ ഹാപ്പി ഗൈസ്. സോ എന്തായാലും ബാക്കി ഫുഡ് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. ടാറ്റ ബൈ. കോയമ്പത്തൂരുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കട്ടൻ വലിയ ചെയ്യാൻ പറയാം. കട്ട അടിപൊളിയാണ്. എൻ്റെ പൊന്നോ എന്ത് തിരക്കാണ് ഒരു വെച്ചിരുന്നത്. കാരണം കഴിക്കാൻ വന്നേക്കുവാണ്. ഓക്കെ ഗൈസ് ഇവിടെ കൊത്തു പൊറോട്ടയും പൊറോട്ടയും ഞാൻ കൊത്തു പൊറോട്ട പിന്നെ ഇവിടെ ചിക്കൻ ഫ്രൈ കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആറിൻ്റെ കാട്ടി പോകാം. ഇവിടെ എടുത്തത് തിരക്കട്ടെ. സത്യം പറഞ്ഞ ആൾക്കാർക്ക് ദൈവം തമിഴ്നാട്ടിനെ കുറിച്ച് തന്നെ എനിക്ക് എടുത്ത് തൂക്കുന്ന തോന്നുന്നത്. സംഭവം നല്ല ഗൈസ് നമ്മൾ നിൽക്കില്ല. നമുക്കിപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് ക്രോസ് ചെയ്ത് പോകണം. പക്ഷേ അവർക്ക് ധൈര്യം കാണിക്കാൻ അവരോട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യുന്നത് ചറപ്പറ പോകുന്നതിന്. അതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് എന്താ പറയുക റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത്. ഓക്കെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സോ റൂമിൻ്റെ അവിടെ എത്തി. ഇനി റൂം കണ്ടിട്ട് റൂമിൻ്റെ അടുത്തിട്ട് റൂമൊക്കെ നോക്കിയിട്ട് ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് റൂമിൽ എത്താം. 10 മണിക്ക് ബുക്ക് ചെയ്ത റൂം എന്നുള്ളത് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. എങ്ങനെ ഉണ്ടാവും മോശമായിരിക്കും സോ ഒന്ന് കയറി നോക്കാം. നമ്മുടെ റൂം വന്നിട്ട് ഓക്കെ ഗൈസ് ഐ ആം ഹാപ്പി ഗൈസ്. ഞാൻ റൂമിൽ ഇങ്ങനെ പറയാൻ ഓക്കെ റൂം കൊള്ളാം. ടി വി ഗൈസ് നമ്മൾ എന്താ പറയുക നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ബാഗിൽ നിന്ന് എടുത്തു. ലഗേജ് ഒക്കെ ബാഗിൽ നിന്ന് എടുത്തു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെറിനെ കാണാം ഗൈസ്. എൻ്റെ കയ്യിൽ എൻ്റെ ബാഗ് ഇരിപ്പുണ്ട്. ഇതേ കണ്ടില്ലേ ബാഗ് ഇട്ടുണ്ട്. ഷെറിന് അമ്മക്കൂല ഒന്നും കയ്യിൽ അച്ഛനും കയ്യിലൊന്നുമില്ല. ഞാൻ ഷെറിന് കണ്ടേ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. അമ്മ ഇത്തിരി സൗണ്ട് ഓക്കെ. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ എല്ലാവരും ഇവിടെ കിടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഉറങ്ങാനായിട്ട് ഇവിടെ ടി വി ഉണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ റൂം ഇതായിരുന്നില്ല. ഞാൻ വീഡിയോ കത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ റൂം ഇതല്ല. അപ്പോൾ ആദ്യം നമ്മുടെ റൂമിൽ ടി വി വർക്കായില്ല. ഒന്നും മിണ്ടാടുന്ന പിള്ളേരെ വർക്കാവില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അപ്പോൾ പുതിയ ഒരു റൂമാണ് തന്നത്. സോ എന്താ പറയുക നമ്മുടെ ടി വി ഓക്കെ നല്ല അടിപൊളി റൂമാട്ടോ. AC ആണ് നടക്കുന്നുണ്ട്. ഓക്കെ ഇനി നമ്മുടെ പരിപാടി നമ്മളിനി ഷോപ്പിംഗ് മാളിൽ പോവാണ്. ഷോപ്പ് ചെയ്യാൻ പോവാണ്. കോയമ്പത്തൂരാണ് ഇപ്പോൾ നമ്മളുള്ളത്. കോയമ്പത്തൂർ അയ്യോ സ്ഥലത്തിന് എന്താ പേരെന്താ പേരെന്താ മേട്ടുപാളയം കോയമ്പത്തൂർ. ഓക്കെ ദിസ് ഇസ് അവർ എന്താ ടോയ്ലറ്റ് അല്ല വാഷ്റൂമാണിത്. വാഷ്റൂം സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഉള്ള നല്ല വലിയ സ്പേസ് ഉള്ള ഒരു ടോയ്ലറ്റാണ്. ഓക്കെ എല്ലാം അടിപൊളിയാണ്. സോ ഇതാണ് എന്തായാലും 1 നൈറ്റുള്ള റൂമാണ്. നമ്മൾ തന്നെ ഷോപ്പിംഗ് പോവാണ്. നമുക്ക് റൂമൊക്കെ കൂട്ടി എത്ര മണി 10 ആയിട്ടോ. അയ്യോ പൗഡർ ഓക്കെ ഗൈസ് നമ്മൾ ലിഫ്റ്റിംഗ് ഇറങ്ങുക. പോയി ഷോപ്പ് ചെയ്യുക. 11 ഷോപ്പ് അല്ല 10 ഗൈസ് പാർട്ട് 2 വീഡിയോ എത്ര ഗുഡ് നൈറ്റ്.